ഒരു ഉന്നതനായിട്ടുള്ളൊരു വ്യക്തി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തിക്കുന്ന ആൾക്കാരെ വിളിച്ചുകൂട്ടി അദ്ദേഹത്തിൻ്റെ ഒരു യോഗം നടത്തി. ഞാൻ ആരും കളിയാക്കാനോ തമാശ പറയാം, ഞാൻ നമ്മുടെ ഒരു ചിന്താഗതിയുടെ ഫ്രെയിം വർക്ക് പറയാം. ഞാനതിന് സാക്ഷിയാണ്. ഒരു 3 കൊല്ലം മുമ്പുണ്ടായ സംഭവം. അത് ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിരിക്കുന്ന ബൊമ്മയ്ക്കേ ഒന്നും കാണില്ല. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് വെച്ച് കൊടുത്തൂടെ ശ്രീകോവിലിൻ്റെ അകത്തെന്ന് ചോദിച്ചു. ഗുരുവായൂരപ്പനാട്ടോ പറയണത്. ശ്രീകോവിലിൻ്റെ അകത്തുള്ള ബൊമ്മ കുറച്ച് ലൈറ്റ് വെച്ച് കൊടുത്തൂടെ ചോദിച്ചു. അവരൊക്കെയാണ് ക്ഷേത്രങ്ങൾ ഭരിക്കാൻ വരണം. മമ്മിയൂർ ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ലോട്ടാണ് ഇപ്പോൾ നമുക്കിവിടെ വേദിയായിട്ട് മാറിയിരിക്കുന്നത്. വസ്തുത നോക്കിയാൽ ക്ഷേത്രമതിലിൻ്റെ പുറത്താണ് നമ്മൾ. എന്നാലും ഭഗവാൻ അവിടെ ഇരിക്കുന്നു, അവിടെ അഭിഷേകം നടക്കണു, ശാല തൊട്ടടുത്തുണ്ട്, യജ്ഞശാല. അതുകൊണ്ട് തന്നെ ഞാൻ മന്ത്രങ്ങൾ പറഞ്ഞ് വ്യാഖ്യാനിക്കില്ല, ആശയങ്ങൾ പറയാം. മന്ത്രങ്ങൾ പറഞ്ഞ് വ്യാഖ്യാനിച്ചാൽ അത് അതിക്രമമാവും. കാരണം അത് സ്വരത്തിൽ ചൊല്ലി കലശപൂജ ചെയ്ത് ഭഗവാൻ ആടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അകത്ത്. രുദ്രത്തിൻ്റെ മഹിമ അല്ലെങ്കിൽ പഞ്ചാക്ഷരത്തിൻ്റെ മഹിമ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പറയുകയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്ത് ഞാൻ വളരെ ആദരിക്കുന്ന, എന്നേലും പ്രായം കൊണ്ട് വളരെ താഴെയുള്ള നല്ല ഉപാസനയുള്ള ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾ സംസാരിക്കാനിടയായപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ ഇങ്ങനെ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അതെന്താ ശരത്തേട്ടാ, മഹിമ പറയാൻ വെച്ചാൽ വളരെ എളുപ്പമാണ്, എല്ലാവരോടും ആ 1.5 മണിക്കൂർ ഇരുന്ന് നാമശിവായ അങ്ങോട്ട് ചെല്ലാൻ പറയാന്ന്, അതാണ് മഹിമ. എനിക്ക് വളരെ രസമായിട്ട് തോന്നി. ആ പറഞ്ഞത് എത്ര സത്യമെന്ന്. നമ്മൾ ഇതിനെ എത്ര രത്നങ്ങൾ കുഴിച്ച് കിണറിൻ്റെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും ആ രത്നഗർഭമായിട്ട് അതിങ്ങനെ കിടക്കും. എത്ര ധാരാളം രത്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളാ കേട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് നമ്മൾ അത്രയും നേരം ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രഭാഷണങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം തത്വവിചാരം ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞാലും എത്രത്തോളം പേർക്ക് അത് ആഴത്തിലിറങ്ങി തത്വവിചാരം ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങൾ, ഓരോ അവസ്ഥയെന്ന് വന്നിരുന്നിട്ടാണ് നമ്മളിത് കേൾക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു ലാൻഡിങ് കിട്ടണം. ലാൻഡിങ് കിട്ടിയതിന് ശേഷം നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സ്ഥിരമായിട്ട് കേരളത്തിലും പരദേശത്തും രുദ്രത്തിന് ചൊല്ലി വരുന്ന 3 ധ്യാന ശ്ലോകങ്ങളിൽ 2 എണ്ണം ചൊല്ലി ഭഗവാനെ വന്ദിച്ചിട്ട് നമുക്കിത് ആരംഭിക്കാം. പീഠം യസ്യ ധരിത്രീ ജലധരകലശം ലിംഗമാകാശമൂർത്തിം നക്ഷത്രം പുഷ്പമാല്യം ഗ്രഹഗണകുസുമം ചന്ദ്രവഹ്ന്യർക്കനേത്രം കുക്ഷിം സപ്തസമുദ്രം ഭുജഗിരിശിഖരം സപ്തപാതാളപാദം വേദം വക്ത്രം ഷഡംഗം ദശദിശി വസനം ദിവ്യലിംഗം നമാമി. ബ്രഹ്മാണ്ഡവ്യാപ്തദേഹാഭസിതഹിമരുജാഭാസമാനാ ഭുജംഗൈ കണ്ഠേ കാലാക്കവർദ്ധാ കലിതശശികലാച്ഛണ്ഡകോദണ്ഡഹസ്താ ത്രക്ഷാരുദ്രാക്ഷമാലാ പ്രകടിതവിഭവാ ശാംഭവാ മൂർത്തിഭേദാ രുദ്രാ ശ്രീരുദ്രസൂക്തപ്രകടിതവിഭവാ ന പ്രയച്ഛന്തു സൗഖ്യം. പീഠം യസ്യ ധരിത്രീ ജലധര കലശം ലിംഗമാകാശമൂർത്തി. അതിമനോഹരമായിട്ടുള്ള ധ്യാനമാണ്. ഭഗവാനെ പ്രപഞ്ചസ്വരൂപമായിട്ട് സങ്കല്പിച്ചുകൊണ്ടുള്ളൊരു ധ്യാനം. ശിവലിംഗത്തിൻ്റെ പീഠം ഈ ഭൂമി തന്നെയാണെന്ന് മനസ്സിലാക്കുക. പീഠം യസ്യ ധരിത്രീ ജലധര കലശം, മേഘം തന്നെയാണ് കലശം. ലിംഗമാകാശമൂർത്തി, ഈ കാണായ ആകാശം, ഈ ഭൂമിയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ആകാശം, ദ്യാവാപൃഥ്വികളെന്ന് പറയുന്നതില ദ്യോവ്, ഈ ആകാശം തന്നെയാണ് ശിവലിംഗം എന്നാണ് പറയുന്നത്. നക്ഷത്രം പുഷ്പമാല്യം, പൂക്കളാകണ മാലകൾ നക്ഷത്രങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ധരിച്ചിട്ടാണ് ആ ശിവലിംഗം ഇരിക്കുന്നത്. ഗ്രഹഗണകുസുമം, അതിൽ ചൊരിഞ്ഞിരിക്കുന്ന പുഷ്പങ്ങൾ ഗ്രഹങ്ങളാണെന്ന്. നവഗ്രഹങ്ങൾ മാത്രമല്ല, പ്രപഞ്ചത്തിൽ കാണാവുന്ന സകല ഗ്രഹങ്ങളും. ചന്ദ്രവഹിനിയർക്ക നേത്രം, പ്രസിദ്ധമായിട്ടുള്ള 3 കണ്ണുകൾ. വലത്തെ കണ്ണ് സൂര്യൻ, ഇടത്തെ കണ്ണ് ചന്ദ്രൻ, തൃക്കണ്ണ് അഗ്നി. ചന്ദ്രവഹിനിയർക്ക നേത്രം കുക്ഷിം സപ്തസമുദ്രം, വയറ് 7 കടലുകൾ. കടലെന്ന് പറയുമ്പോൾ ജലം കൊണ്ടുള്ളത് മാത്രമല്ല, പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന സ്പേസായി കാണുന്നത് മുഴുവൻ കടലാണ്.
അതിലാണ് നമ്മൾ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയൊക്കെ കാണുന്നത്. കുക്ഷിം സപ്തസമുദ്രം ഭുജഗിരി ശിഖരം. ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളാണ് ഭഗവാന്റെ തോള്, ചുമല എന്നാണ് പറയുന്നത്. അത് ഭൂമിയിലത്തെ മാത്രമല്ല, ഉത്തുംഗമായി നിൽക്കുന്ന സകല വസ്തുക്കളും പ്രപഞ്ചത്തിൽ. സപ്തപാതാളപാദം, താഴോട്ടേക്കുള്ള 7 ലോകങ്ങൾ. വ്യാഹൃതികളിൽ നമ്മൾ ഗായത്രി ചൊല്ലി വരുമ്പോൾ ഉള്ള അതിൻ്റെ താഴോട്ടേക്കുള്ള ന്യാസങ്ങളും. സപ്തപാതാളപാദം, പാതാളം വരെ ഭഗവാന്റെ പാദങ്ങൾ. വേദം വക്രം, ഭഗവാന്റെ മുഖം വേദമാണെന്ന്. വേദം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രന്ഥരൂപത്തിലുള്ളതെന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല എടുക്കേണ്ട, അറിവ്, പരമമായിട്ടുള്ള ബ്രഹ്മജ്ഞാനം, സകലതും ഒന്നാണെന്നുള്ള ബോധം, അത് ഭഗവാന്റെ മുഖമാണെന്ന്. അപ്പോൾ ഭഗവാന്റെ മുഖത്ത് നോക്കിയാൽ നമുക്ക് കിട്ടേണ്ട തിരിച്ചറിവ് അതാണ്. കണ്ണാടി നോക്കുമ്പോൾ നമ്മൾക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റണമെന്ന് പറയണതിന് തുല്യം. അതുകൊണ്ടാണ് വേദം വക്രം. ഷഡംഗം, ശരീരത്തിലെ അംഗങ്ങളും വേദങ്ങളാണ്. അറിവാണ്, ജ്ഞാനസ്വരൂപമെന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയും. ജ്ഞാനം കൊണ്ട് എങ്ങനെ ഒരാളുടെ രൂപം കൂട്ടിയുണ്ടാക്കുക? കുറച്ച് കഴിഞ്ഞിട്ട് പഞ്ചാക്ഷരത്തിനെ കുറിച്ച് പറയണ സമയത്ത് പഞ്ചാക്ഷരത്തിനെ കൊണ്ട് എങ്ങനെ മനുഷ്യൻ്റെ ശരീരം ഉണ്ടാക്കണമെന്ന് പറയാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ആ വേദം വക്രം ഷഡംഗം ദശദിശി വസനം, കാണായ 10 ദിക്കുകൾ. ലോകത്ത് എവിടെ ചെന്ന് നിന്നാലും നമുക്ക് ദിക്കിൻ്റെ ഒരു അറിവുണ്ട്. പക്ഷെ വെളിച്ചമുണ്ടെങ്കിലേ ദിക്കിൻ്റെ അറിവുണ്ടാവുള്ളൂ. ഇരുട്ടത്ത് കണ്ണി കുത്തുന്ന ഇരുട്ടിൽ നിന്ന ദിക്കുകൾ നമുക്ക് അറിയാൻ സാധിക്കില്ല. ദശദിശി വസനം എന്നാ പറയണത്. 10 ദിക്കുകളാകുന്ന വസ്ത്രമാണ് ഭഗവാൻ പുതച്ചിരിക്കുന്നത്. ദിവ്യലിംഗം നമാമി. ദിവ്, പ്രകാശസ്വരൂപം. ഭഗവാൻ ഇരുട്ടാണ്, ഭഗവാൻ പ്രകാശമാണ്. പ്രകാശം മാത്രമാണ് ഈശ്വരൻ ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ ധർമ്മം നമ്മളെ പഠിപ്പിക്കണില്ല അങ്ങനെ. പ്രകാശവുമാണ് ഇരുട്ടുമാണ്. സർവശക്തനായിട്ടുള്ള ഒരു ദൈവം നിൽക്കുക, അപ്പുറത്ത് ആ ദൈവം ഭയക്കണ ഒരു പിശാച് നമ്മുടെ ധർമ്മത്തിലില്ല. സകലതും ഭഗവാനാണ് നമ്മുടെ കയ്യിൽ. സകലതും, നല്ലതും ചീത്തയും എല്ലാം ഭഗവാനാണ്. അതിൽ തന്നെ ആ ചിന്തയുടെ ഏറ്റവും ഉയർന്നൊരു രൂപമാണ് ശിവസങ്കല്പം. വാസ്തവത്തിൽ നമ്മളിവിടെ ശിവൻ, വിഷ്ണു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വ്യക്തിരൂപങ്ങൾ കൊടുത്തിട്ടാണ് ഇന്ന ആൾ വലുത് ഇന്ന ആൾ ചെറുതെന്നൊക്കെ നമുക്ക് പറയാൻ തോന്നുന്നത്. പരമാത്മാവായിട്ടുള്ള ഈശ്വരൻ്റെ ഗുണങ്ങളുടെ പേരുകൾ മാത്രമാണ് ശിവനും വിഷ്ണുവും ഒക്കെ. ശിവപരമായിട്ടുള്ള കഥകൾ പറയുമ്പോൾ ഭഗവാൻ മഹാദേവൻ ഏറ്റവും വലുതും വിഷ്ണു തുടങ്ങിയ ദേവതകൾ ചെറുതെന്ന് പറയും. വിഷ്ണുപരമായിട്ട് പറയുമ്പോൾ പറയും വിഷ്ണുവാണ് ഏറ്റവും വലുത്, ശിവൻ തുടങ്ങിയിട്ടുള്ള ദേവതകളൊക്കെ പിന്നെ വരുള്ളൂ എന്നും പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മാർഗമുണ്ട്. അല്ലാണ്ട് കേട്ട ഉടനെ കണ്ണടച്ചിട്ട് അത് മോശം ഇത് നല്ലത്, അങ്ങനെയല്ല. ശിവപരമായിട്ട് നമ്മൾ ശിവൻ വലുതെന്ന് പറയുമ്പോൾ അവിടെ പരബ്രഹ്മത്തിനെയാണ് അവിടെ ശിവൻ എന്നുള്ള നാമം കൊണ്ട് പറയണമെന്ന് മനസ്സിലാക്കണം. അവിടെ വിഷ്ണു തുടങ്ങിയിട്ടുള്ള ദേവതകൾ മറ്റുള്ളത് പറയുമ്പോൾ അത് മറ്റ് വിഭൂതികളാണെന്ന് മനസ്സിലാക്കണം, അതേ ദേവൻ്റെ. ഇനി നേരെ തിരിച്ച് വിഷ്ണുവാണ് വലുതെന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ അവിടെ പരമാത്മ ശബ്ദമായിട്ട് പറഞ്ഞിരിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റ് ദേവതാ നാമങ്ങളെയൊക്കെ ആ ഭഗവാന്റെ വിഭൂതികളാണെന്ന് പറയണതായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭേദഭാവനയുടെ പ്രശ്നം വരുന്നില്ല. ഗുരുവായൂരിൻ്റെ പ്രത്യേക സാഹചര്യം, ഞാനിപ്പോൾ അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റൂമിലിരിക്കുമ്പോൾ ഞാൻ അവരോട് മാഡത്തിനോട് ഞാൻ പറയുമായിരുന്നു, ഗുരുവായൂരിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ശൈവ വൈഷ്ണവ ഭാവം അനുവദനീയമല്ല. ഗുരുവായൂർ ക്ഷേത്രം, മമ്മിയൂർ ക്ഷേത്രം പരസ്പര പൂരകങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. 4-ാം തീയതി പ്രഭാഷണത്തിൽ ഞാനത് വിശദമായിട്ട് പറയാം. നമ്മുടെ പാരമ്പര്യം പരശുരാമസ്വാമിയുടെയാണ്. വിഷ്ണുവിൻ്റെ അവതാരം, മഹാദേവൻ്റെ ശിഷ്യൻ. നമുക്ക് ഭേദഭാവം പറഞ്ഞിട്ടില്ല. ആ പാരമ്പര്യത്തിൽ പിടിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഏത് രൂപത്തിൽ വിളിച്ചാലും വിളി കേൾക്കുന്ന വസ്തുവാണ് എന്ന് വെച്ചിട്ട് ഞാൻ വിളിക്കുന്ന വിളിയിൽ മാത്രമേ വിളി കേൾക്കുള്ളൂ എന്ന് നമ്മൾ ശടിക്കാണ്ടിരുന്നാൽ മതി. അടുത്തുള്ളവൻ അവന് ഇഷ്ടമുള്ള രീതിയിൽ വിളിച്ചോട്ടെ, അതിനെ കളിയാക്കാനും പോണ്ട. ആ ഒരു അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇറങ്ങിച്ചെന്ന വലിയ തത്വചിന്തയൊന്നും പഠിക്കേണ്ട ഒരാവശ്യമില്ല. വലിയ തത്വചിന്തകളൊന്നും പഠിക്കണ്ട. നിരാകാരവും നിർഗുണവും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതുമായിട്ടുള്ളൊരു വസ്തുവിനെക്കുറിച്ച് പഠിക്കുന്നതിലെ ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ടിട്ട് ഇങ്ങനെ ഡിസ്റ്റിൽ ചെയ്തെടുത്തിട്ടുള്ള സങ്കല്പമാണ് ശിവസങ്കല്പം. വിഗ്രഹത്തിൻ്റെ രൂപത്തിൽ നമ്മൾ രൂപം കണ്ട് ആരാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിഗ്രഹാരാധനയുടെ സിസ്റ്റങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ആധ്യാത്മികത ഒരു പടി മേലേക്ക് കയറുമ്പോൾ പ്രതീകമായിട്ട് നമ്മൾ ആരാധിച്ചിട്ട്
അതിൻ്റെയും ഒരു പടി കയറി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ ഓംകാരോപാസനയിലേക്ക് എത്തി. ഇങ്ങനെ ഒരു രാജപാതയാണ് കിടക്കുന്നത് നമ്മുടെ മുന്നിൽ. സാളഗ്രാമത്തിനെയും ശിവലിംഗത്തിനെയും പൂജ കഴിക്കണേന്, വിഗ്രഹത്തിനെ പൂജ കഴിക്കണേക്കാട്ടിലും ഒരു പടി മേലെ പറയാൻ കാരണം ഈ നിരാകാരത്തിനെ ഉപാസിക്കാനുള്ള ഏറ്റവും വലിയ ട്രെയിനിങ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഈ രണ്ടിൻ്റെയും പൂജകളിൽ കുറച്ച് ശ്രീചക്രമാണെങ്കിലും അതെ കുറച്ച് അപകടം പതിയിരിക്കേണ്ടത് നമ്മൾ പറയാൻ കാരണം. ഈ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് ഭഗവാനെ ശരിയാവണ്ണം ഒരു വസ്തുവിൽ ദർശിക്കാനായില്ലെങ്കിൽ അത് അശുദ്ധിയാണ്. ഭഗവാനെ നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റണോ അതൊക്കെ ശുദ്ധമാണ്. ഭഗവാനെ നമുക്ക് കാണാൻ പറ്റാത്തതൊക്കെ അശുദ്ധമാണ്. ശുദ്ധാശുദ്ധത്തിൻ്റെ നിർവചനം വളരെ ലളിതമാണ് വാസ്തവത്തിൽ. ഭഗവാനെ നമുക്ക് സ്പർശിക്കാനും കാണാനും തൊടാനും അറിയാനും ഉൾക്കൊള്ളാനും മണക്കാനും ഒക്കെ പറ്റിയ, രുചിക്കാനും ഒക്കെ പറ്റിയ അത് ശുദ്ധ, അല്ലാത്തൊക്കെ അശുദ്ധ. അത് സബ്ജക്റ്റീവാണ്. എനിക്ക് അശുദ്ധമായിട്ടുള്ളത് നിങ്ങൾക്ക് ശുദ്ധവും നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള എനിക്ക് അശുദ്ധവുമാകാം. അഘോരികൾ ശവത്തിൻ്റെ മാംസം കഴിക്കുന്നില്ലേ? സകലതും ശിവനാണ് അവർക്ക്. ആധ്യാത്മികതയിൽ ആദ്യം കളയേണ്ട വസ്തു ആയ് ഛേ എന്ന് പറയണ ഈ അർപ്പ. സകലതും ഭഗവാനാണെങ്കിൽ ഈ ആയ് ഛേ എന്ന് പറഞ്ഞത് എങ്ങനെ വരുന്നു? ഇതിനെ വേരോടുകൂടി എടുത്ത് പറിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് അഘോരി ശ്മശാനത്തിൽ പോയിട്ടിരിക്കുന്നത്. കളയേണ്ടത് അറപ്പ്, കളയേണ്ടത് ഭയം. ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. നമ്മുടെ ഈ സകല മത്സരങ്ങളുടെയും കുത്തിത്തിരിപ്പുകളുടെയും ഒക്കെ അടിസ്ഥാനം ഇതാ. ഞാൻ നശിക്കുമോ എന്നുള്ള ചിന്ത. അപ്പം നമ്മൾ മറ്റൊരാളുടെ വളർച്ചയിൽ അസൂയ പോടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒരു കാര്യത്തിന് മുന്നോട്ടിറങ്ങി പുറപ്പെടാൻ സാധിക്കാത്തവണ്ണം നമ്മൾ തളർന്നിരിക്കുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനം ഈ മരണഭയമാണ്. ഈ മരണഭയത്തിനെ നമ്മൾ ഏതാനും നിമിഷം മറക്കണ നേരത്തിനാണ് നമ്മൾ സന്തോഷം എന്ന് വിളിക്കുന്നത്. സന്തോഷം ഒരവസ്ഥയല്ല, ഒരില്ലാത്ത അവസ്ഥയാണ്. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ആബ്സെൻസ്. ഒരു സ്റ്റേറ്റ് ഓഫ് ആബ്സെൻസ് ആണ്. മരണഭയം ആണ് പ്രപഞ്ചത്തിൽ മുഴുവനുള്ളത്. ഇതിനെ ഇല്ലാതാക്കാനെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മരിക്കാൻ പഠിക്കണം. ഏറ്റവും വലിയ വിദ്യാഭ്യാസം മരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് മരിക്കാൻ പഠിക്കുക? ഇതാണ് നമ്മുടെ എല്ലാ തത്വവിചാരങ്ങളുടെയും അടിസ്ഥാനം. ഒരാൾക്ക് പെട്ടെന്നിരുന്നിട്ട് ഞാൻ ബ്രഹ്മമാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം വരില്ലല്ലോ. അപ്പം അതിന് നമ്മുടെ അകത്തേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഈ അറിവിനെ നമ്മൾ ചുറ്റും ഉള്ള സകല വസ്തുക്കളിലും കണ്ട് 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 തിരിച്ചറിഞ്ഞ് ജാബാലയുടെ പുത്രൻ സത്യകാമൻ്റെ കഥയുണ്ട് ഉപനിഷത്തിൽ. എന്താ ഉപനിഷത്തിലെ കഥ? അച്ഛനാരാന്നറിയില്ല സത്യകാമന്. അമ്മയോട് പറയാം, അമ്മ എനിക്ക് ഗുരുകുലത്തിൽ പോയിട്ട് വിദ്യ അഭ്യസിക്കണം. അപ്പോൾ ഇന്നത്തെ മാതിരി തന്നെ അച്ഛൻ്റെ പേര് കൊടുക്കണം സ്കൂളിൽ. അവൻ എന്ത് പേരാ പറയണ്ടേ എന്നറിയില്ല. ജാബാല പറഞ്ഞിട്ടില്ല മകനോട്, നിൻ്റെ അച്ഛൻ ഇതാണ് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടില്ല. കുട്ടിക്കാണ് ഈ വിജ്ഞാനദാഹം വളരെ അധികമായി, ഗുരുകുലത്തിൽ ചെല്ലണം. അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോ, നീ ധൈര്യമായിട്ട് പോയി പറഞ്ഞു നീ ജാബാലയുടെ മകൻ സത്യകാമനാണെന്ന്. നീ വേറൊന്നും പറയണ്ട. നമ്മുടെ കാലഘട്ടത്തിലുള്ള തൻ്റെടികളായിട്ടുള്ള അമ്മമാരെ മാതിരി ജാബാല പറഞ്ഞയക്കുകയാണ് മകനെ. അങ്ങനെ സത്യകാമൻ ഗുരുകുലത്തിൽ ചെല്ലണു. ശിഷ്യന്മാരോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗുരു. അപ്പോൾ ചോദിച്ചു, നീ ആരാ? ഞാൻ ജാബാലയുടെ മകൻ സത്യകാമനാണ്. അപ്പം ബ്രഹ്മചാരികൾ കുട്ടികളൊക്കെ തമ്മിൽ ചിരിച്ചു. പക്ഷെ ഗുരുനാഥൻ ആ കുട്ടിയുടെ സത്യസന്ധതയിൽ വലിയ സന്തോഷം തോന്നി. നീ തീർച്ചയായിട്ടും വിദ്യയ്ക്ക് അർഹനാണ്, നീ ഇവിടെ ഇരുന്നോ പറഞ്ഞു. പക്ഷെ ഇവനെ പ്രത്യേകമായിട്ടൊന്നും പഠിപ്പിക്കില്ല. അപ്പോൾ ഒരു ദിവസം കുട്ടി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ബ്രഹ്മവിദ്യ അഭ്യസിക്കാൻ വന്നതാണ് ഇവിടെ, അങ്ങ് എന്നെ ഒന്നും പഠിപ്പിച്ചു തുടങ്ങിയില്ല പറഞ്ഞു. ശരിയാണ്, ഞാൻ നിന്നെ ഒന്നും പഠിപ്പിച്ചു തുടങ്ങിയില്ല, ഞാൻ നിനക്കൊരു പണി തരാം. 1000 പശുക്കളെ അങ്ങോട്ട് കൊടുത്തു. ചാവാലി പശുക്കൾ, ഒന്നിനും കൊള്ളാത്ത പശുക്കൾ. ഇതിനെയൊക്കെ കൊണ്ടുപോയി തീറ്റയൊക്കെ കൊടുത്ത് നല്ല തടിച്ചു കൊഴുപ്പിച്ചിട്ട് ഒരു 2000 പശുക്കളാകുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ സത്യകാമൻ, ഞാൻ ഇവിടെ പഠിക്കാൻ വന്നതല്ലേ, എന്നെ എന്താ ഈ ഡ്യൂട്ടി ഏൽപ്പിച്ചതെന്നൊന്നും ചോദിക്കാൻ നിന്നില്ല. നമ്മൾ ഇന്ന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്തോ 9ാം ക്ലാസ്സിലെ സിലബസ് പഠിപ്പിക്കാണ്ട് എന്നെ സർവീസിന് അയക്കണതെന്ന് ചോദിക്കണ ചോദ്യങ്ങളൊന്നും അവിടെ വന്നില്ല. ഗുരു എന്ത് പറഞ്ഞു, അത് സിലബസാണ്. സത്യകാമൻ ഇത് എടുത്തിട്ട് പോവാണ്. ഈ പശുക്കളെ കൊണ്ടുപോയി
ഒരു വർഷക്കാലം കൊണ്ട് ആ പശുക്കൾക്ക് തീറ്റയൊക്കെ കൊടുത്ത് അവൻ അതിൻ്റെ ഒപ്പം സഞ്ചരിച്ച് അവറ്റകളെ തടിച്ചു കൊഴുപ്പിച്ച് അങ്ങനെ ഈ യാത്രയിൽ പ്രകൃതിയിൽ ഓരോ വസ്തുക്കളെയും നോക്കിയും കണ്ടും ആ കുട്ടി പഠിച്ചു. കാരണം അകത്തൊരു വിജ്ഞാനദാഹി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. നിരീക്ഷിക്കാനുള്ള കഴിവാണ് നമ്മളെ ശരിക്ക് നമ്മളാരാണെന്ന് ആദ്യം മനസ്സിലാക്കി തരികയാണ്. രമണ മഹർഷി പറഞ്ഞ മാതിരി ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം നമ്മുടെ അകത്തേക്ക് നമ്മൾ തന്നെ ചോദിച്ച് കുഴിച്ചിറങ്ങിപ്പോണം. കാശ്മീർ ശൈവിസത്തിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു ഗ്രന്ഥമുണ്ട്, പ്രത്യഭിജ്ഞാതന്ത്രം എന്ന് പറയും, ക്ഷേമേന്ദ്രൻ്റെ. ഈ കാശ്മീർ ശൈവിസം ഭയങ്കര രസമാണ്. നമ്മൾ ഇന്നറിയണ കാശ്മീർ അല്ല അത്. ഇന്ന് കേരളത്തിലുള്ള രുചിത്ത് എന്ന് പറയുന്ന സമ്പ്രദായം, ഭദ്രകാളിയുടെ പൂജ, നമ്മുടെ ശൈവ സമ്പ്രദായം, ഇതിൻ്റെ മുഴുവൻ അടിസ്ഥാനം കാശ്മീരിലില്ലെങ്കിലും കേരളത്തിലുണ്ടെന്ന്. പക്ഷെ ഇതിൻ്റെയൊക്കെ സ്രോതസ് കാശ്മീരാണ്. അതിൽ പറയുന്ന ക്ഷേമേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ വാസ്തവത്തിൽ പുരോഗമനമല്ലാത്ര വേണ്ടത്, അധോഗമനാണത്ര വേണ്ടത്. നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് പുറപ്പെട്ടതാ പരമാത്മാവെന്ന്, സഞ്ചരിച്ച് ഇന്ന് ഇവിടെ എത്തിയിട്ട് എവിടുന്നാ പുറപ്പെട്ടതെന്ന് അറിയാണ്ട് നിൽക്കുക. ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത എത്തിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം തിരിച്ചില്ലത്തേക്ക് പോകണം. നിങ്ങൾ ബാക്കിലേക്ക് നടക്കാനാണ് പറയണത്. പുറകോട്ട് നടന്ന് എത്തിയാൽ നിങ്ങൾ പുറപ്പെട്ട ആത്മാവിലെത്തുന്ന പറയണത് ക്ഷേമേന്ദ്രൻ. ശിവനിലെത്തും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനിതൊക്കെ എന്തിനാ പറഞ്ഞു വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ അനേക വിധത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഭാഗവതം വായിച്ചാലും ശരി, ശിവപുരാണം വായിച്ചാലും ശരി, അല്ല ഇനി വേദങ്ങളുടെ മറ്റു ഭാഗങ്ങൾ വായിച്ചാലും ശരി, രാമായണം വായിച്ചാലും ശരി, മഹാഭാരതാദികൾ വായിച്ചാലും എന്താണെങ്കിലും, പിന്നെ മോഡേൺ ഇപ്പോൾ പാർലൻസിൽ ആൾക്കാർ ഇതിനൊക്കെ റീസൈക്കിൾ ചെയ്ത് പുതിയ രീതികളിലൊക്കെ വിറ്റ് നമ്മളെ പലതും പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ റോണ്ട ബൈറൺ ദ സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയപ്പോഴേ സങ്കല്പത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലായുള്ളൂ. അതുവരെ നമുക്ക് ആർക്കും അറിയില്ല. സായിപ്പ് പറയുമ്പോഴേ നമ്മളിത് പഠിക്കുന്നുള്ളൂ. നമ്മുടെ ശ്രീ സൂക്തവും നമ്മുടെ ഭാഗ്യസൂക്തവും നമ്മുടെ പുരുഷ സൂക്തവും ഒക്കെ സങ്കല്പശക്തിയെ വളർത്തുന്നതിൽ എത്രമാത്രം ശക്തമാണെന്ന് മനസ്സിലാക്കാൻ മദാമ എഴുതിയ പുസ്തകം നമുക്ക് വായിക്കേണ്ടി വരുന്നു. അപ്പോഴേ നമുക്കിത്, ഞാനിപ്പോൾ ഈ പ്രഭാഷണത്തിനിടയിൽ 10 ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പ്രഷനായി. ഇപ്പം കഴിഞ്ഞൊരു ദിവസം ഞാൻ തിരോഭാവം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാവാത്ത മാതിരി ഇരുന്ന മലയാളികളായിട്ടുള്ള ആൾക്കാർ ഞാൻ കൺസീൽമെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ ഓ വാവ് എന്നൊക്കെ പറഞ്ഞു. ആ അവസ്ഥയായി. നമുക്ക് നമ്മുടെ വേറെ ഇല്ല. നമ്മളിപ്പോൾ എന്താ പറയുക, ചരട് പൊട്ടിയ പട്ടത്തിൻ്റെ അവസ്ഥയിലാണ്. അപ്പോൾ അത് പോട്ടെ. ഒരു ക്ഷേത്രത്തിൻ്റെ സങ്കേതത്തിൽ നമ്മളിരുന്ന് ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കാര്യം എന്താ? ഭഗവാന്റെ ശരീരത്തിൻ്റെ അകത്തിരുന്നിട്ടാണ് നമ്മൾ സംസാരിക്കണമെന്നാണ്. ക്ഷേത്രം ശരീരം എന്നുള്ള അർത്ഥത്തിലാണ് പറയണേ. നമ്മൾ എന്തിനാ നിർമാല്യം തൊഴണം രാവിലെ പോയിട്ട് ഗുരുവായൂർ അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിലും? നിർമാല്യം തൊഴണം എന്തിനാന്ന് അറിയണമെങ്കിൽ ആദ്യം വിഗ്രഹം എന്താണെന്ന് അറിയണം, അല്ലേ? ഇവിടെ പണ്ട് ഒരു ഉന്നതനായിട്ടുള്ളൊരു വ്യക്തി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തിക്കുന്ന ആൾക്കാരെ വിളിച്ചുകൂട്ടി അദ്ദേഹത്തിൻ്റെ ഒരു യോഗം നടത്തിയപ്പോൾ, ഞാൻ ആരെയും കളിയാക്കാനോ തമാശ പറയാം, ഞാൻ നമ്മുടെ ഒരു ചിന്താഗതിയുടെ ഫ്രെയിം വർക്ക് പറയാം. ഞാനതിന് സാക്ഷിയാണ്. ഒരു 3 കൊല്ലം മുമ്പുണ്ടായ സംഭവം. അത് ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിരിക്കുന്ന ബൊമ്മയ്ക്കേ ഒന്നും കാണില്ല. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റ് വെച്ച് കൊടുത്തൂടെ ശ്രീകോവിലിൻ്റെ അകത്തെന്ന് ചോദിച്ചു. ഗുരുവായൂരപ്പനെ ആട്ടോ പറയണത്. ശ്രീകോവിലിൻ്റെ അകത്തുള്ള ബൊമ്മ കുറച്ച് ലൈറ്റ് വെച്ച് കൊടുത്തൂടെ ചോദിച്ചു. അവരൊക്കെയാണ് ക്ഷേത്രങ്ങൾ ഭരിക്കാൻ വരണം. ഗുരുവായൂരപ്പ, അവരൊക്കെയാണ് ക്ഷേത്രം ഭരിക്കാൻ വരണം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷേണ ഗ്രഹിക്കേണ്ടതെന്നർത്ഥം. വിശേഷമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വസ്തു. നേരത്തെ ഞാൻ പറഞ്ഞു, ബ്രഹ്മാണ്ഡ വ്യാപ്തദേഹാഭസിത ഹിമരുച ഭാസമാനാഭുജംഗൈ. ബ്രഹ്മാണ്ഡമാകണ ശരീരത്തോടുകൂടി, ഒരു ബ്രഹ്മാണ്ടമൊന്നുമല്ല, അനേക ബ്രഹ്മാണ്ടങ്ങളാണ്. ഇതിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് സ്പൈഡർമാൻ നോ വേ ഹോം. കുട്ടികൾ കാണുന്നുണ്ടാവും. ആ സിനിമ പോയിട്ട് കാണണം. എൻ്റെ അഭിപ്രായത്തിൽ ആധ്യാത്മിക വിദ്യാർത്ഥികളൊക്കെ മൾട്ടിവേഴ്സുകളെ കുറിച്ചാണ് പറയണത്. യൂണിവേഴ്സ് ഒരു പ്രപഞ്ചമല്ല, അനേക പ്രപഞ്ചങ്ങളിൽ നമ്മുടെ ജീവിതങ്ങൾ തന്നെ നമ്മുടെ അതേ രൂപത്തിലുള്ള ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേമാതിരി പ്രഭാഷണം നടക്കണു വേറൊരു
ലോകത്തിൽ. ഇതേമാതിരി വേറൊരു ലോകത്തിൽ രുദ്രാഭിഷേകം നടക്കണു, വേറൊരു ലോകത്തിൽ കളപാട്ടം കഴിഞ്ഞിട്ട് ഭഗവാൻ ഇരിക്കുന്നു. നമ്മുടെ വിചാരം ഇത് മാത്രമാണെന്ന്. ഞാൻ തമാശ പറയല്ല. സ്പൈഡർമാൻ പോയി കാണൂ. ഞാൻ അടുത്ത കാലത്ത് നമ്മുടെ ഭാരതീയ സിനിമകളിൽ പോലും, നമ്മുടെ ഇന്ത്യൻ വർക്കുകളിൽ പോലും ഇത്ര ഗംഭീരമായിട്ട് പ്രപഞ്ചക്രമത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന കുട്ടികൾക്കുള്ള സിനിമയാണത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് കണ്ടിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കണ്ടിട്ട് അല്ലെങ്കിൽ നല്ലൊരു പ്രഭാഷണം കണ്ടിട്ട് കണ്ണിൽ വെള്ളം വരാം. ഞാൻ സ്പൈഡർമാൻ്റെ ഭയങ്കര ആരാധകനാണ്. ഞാൻ മക്കളെയും കൊണ്ടുപോയി, ഞാൻ ഇരുന്ന് കരയിരുന്നു. കാരണം അതിൻ്റെ അകത്ത് എനിക്ക് ഭഗവാന്റെ സാന്നിധ്യം അത്രമാത്രം ഫീൽ ചെയ്തു എന്നുള്ളതാണ്. എന്താ സ്പൈഡർമാൻ കണ്ടിട്ട് ഭഗവാന്റെ സാന്നിധ്യം ഫീൽ ചെയ്യാൻ പാടില്ലേ? കള്ളനിലും വഞ്ചകനിലും കൊലപാതകിലും നായിലും നികൃഷ്ടമായിട്ടുള്ള സകല വസ്തുക്കളിലും ഭഗവാനെ കാണാൻ പഠിപ്പിക്കണു ശ്രീരുദ്രം. കാണാൻ പാടില്ലേ? കാണണം. കണ്ടു കഴിഞ്ഞാലേ നമുക്ക് ആദ്യം അവനവനോട് റെസ്പെക്റ്റ് ഉണ്ടാവുള്ളൂ. ആത്മാഭിമാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേറിട്ട, നമ്മൾ ഇന്ന് കംഫർട്ടുകളിൽ ജീവിക്കുന്ന ജീവിത രീതികൾ വിട്ടിട്ട് നിൽക്കണം. എനിക്കൊരു അനിയനെ മാതിരി ഒരു പയ്യനുണ്ട്, തമിഴ് പയ്യനാണ്. ഇപ്പം അവൻ വിപ്രോയിൽ വർക്ക് ചെയ്യുന്നു, അമേരിക്കയിൽ. അനിയൻ മാത്രമല്ല, എൻ്റെ ഒരു ശിഷ്യൻ തന്നെ പറയാം. അത്രയും ഒരുപക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ കൊണ്ട് തൊഴിയിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് അവൻ. ജയകുമാർ എന്ന് പറയും. അവൻ 3.5 ലക്ഷം രൂപയോളം അവന് ശമ്പളം ഉണ്ടായിരുന്നു മദ്രാസിൽ വർക്ക് ചെയ്യുന്ന കാലത്ത്. ഞാൻ പറയുന്നത് ഒരു 14 കൊല്ലം മുമ്പുള്ള കഥയാണ്. ആഴ്ചയുടെ അവസാനം IT കമ്പനികളിലൊക്കെ ശനിയും ഞായറും ഒഴിവ് കിട്ടും. ഇവൻ തിരുവിടൈ മരുതൂർ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, ചിദംബരത്തിൻ്റെ ഒക്കെ അടുത്താണ്. ചോതി നക്ഷത്രത്തിൻ്റെ സ്ഥലവൃക്ഷമായിട്ടുള്ള മരുതവൃക്ഷം നിൽക്കുന്ന സ്ഥലമാണത്. അവിടെ വെച്ചിട്ടാണ് മരുതവാനൻ എന്ന് പറഞ്ഞ മകനെ പട്ടിണത്താർക്ക് കിട്ടണത്. ശിവഭക്തന്മാരിൽ, നായനാർമാരിൽ ഭഗവാൻ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് വരുന്നത് അവിടെ നിന്നാണ്. പട്ടിണത്താർ ഒരുപാട് വർഷങ്ങൾ ആ ക്ഷേത്രത്തിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിഗംഭീരമായിട്ടുള്ള ക്ഷേത്രമാണ്. നമ്മുടെ വിട്ടൽദാസ് മഹാരാജുണ്ട്, പ്രസിദ്ധനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദക്ഷിൺ പണ്ഡർപൂർ, ആ ക്ഷേത്രമൊക്കെ അതിൻ്റെ അടുത്താണ്. ഈ ജയകുമാർ എല്ലാ ശനിയും ഞായറും മദ്രാസിൽ നിന്ന് വണ്ടി കയറിയിട്ട് തിരുവിടൈ മരുതൂർ പോവും. കിഴക്കേ ഗോപുരത്തിൻ്റെയോ പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെയോ പുറത്ത് അവൻ ഇരുന്ന് ഭിക്ഷ യാചിക്കും. 3.5 ലക്ഷം രൂപ ശമ്പളം കിട്ടണവനാണ്. ഭിക്ഷ അയച്ചിട്ട് ആ കിട്ടുന്ന പൈസ മുഴുവൻ അവിടെ അന്നദാനത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ ഭണ്ഡാരത്തിലിട്ടിട്ടവൻ വരും. എല്ലാ ആഴ്ചയും ചെയ്യും. ഇതിവൻ ചെയ്യുന്നത് എനിക്കറിയില്ല, ഞാനിത് യാദൃശ്യമായിട്ട് അറിയണം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, അണ്ണാ, നമുക്ക് ഭഗവാൻ ഒരു ജീവിതം തന്നിട്ടുണ്ട്, പക്ഷെ ഇതല്ല ജീവിതം. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടെ പോയിരിക്കുമ്പോൾ അവൻ കറുത്ത് കുറിയ ഒരുത്തനാണ്. അവനൊരു കീറ മുണ്ടുകൊടുത്ത് അവിടെ പോയിരുന്ന അവനൊരു ഭിക്ഷക്കാരനാണ് തോന്നും. അപ്പം അവനെ ആൾക്കാർ ചീത്ത പറയും, നല്ല തടിയുണ്ടല്ലോടാ, പണിയെടുത്ത് ജീവിച്ചൂടെ നിനക്ക്. അവൻ എന്നും മിണ്ടാണ്ട് നിനക്ക് പറ്റണത് തരിക പറയും. ഈ പൈസ വാങ്ങി അവൻ ആ ഭഗവാനോ അവിടുത്തെ അന്നദാനത്തിനോ കൊടുക്കുമ്പോൾ അവൻ പറയണത് എന്താ വെച്ചാൽ, എൻ്റെ കർമ്മഫലം നശിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്യണത്, എൻ്റെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ച് നിർത്താനാണ്. അപ്പുറത്ത് എനിക്ക് അരാഞ്ചാട്ടം വരണത് ഇപ്പുറത്ത് ഇല്ലാണ്ടാക്കാനാണ്. ഇതിനു വേണ്ടിയുള്ള എൻ്റെ ആധ്യാത്മികമായിട്ടുള്ളൊരു സബര്യമാണിത്. നോക്കൂ, തന്നെത്താൻ കണ്ടെത്തിയൊരു മാർഗമാണ്. ഇങ്ങനെ തന്നെത്താൻ കണ്ടെത്തേണ്ട മാർഗങ്ങളിൽ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഭഗവാനിലേക്ക് എത്തേണ്ടത്, ആരെങ്കിലും പറഞ്ഞു തന്ന വഴികളിൽ കൂടെ അല്ല. ഇതാണ് ശരിയായ ആത്മാന്വേഷണം. കാരണം ഭിക്ഷയാചിക്കുന്ന സമയത്ത് എത്ര ആട്ടും തുപ്പും കേൾക്കും. അടുത്തിരിക്കുന്ന ഭിക്ഷക്കാരനെ നമ്മളെ അപായപ്പെടുത്തും. എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പരിപാടി ചെയ്യണേ. ഫോണ് കൊണ്ടുപോകുന്നില്ല, കയ്യിൽ പേഴ്സില്ല. ഒരു വിചിത്രമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് അവനവനെ എടുത്തെറിയണം. അവനവനെ എടുത്തെറിഞ്ഞ് അവിടെ ഇരുന്ന ആ നേരം മുഴുവൻ പഞ്ചാക്ഷരം ചൊല്ലി അല്ലെങ്കിൽ തേവാരം ചൊല്ലി അവൻ അവിടെ ഇരുന്നിട്ട് ഉപാസിക്കുകയാണ്. അപ്പം നമ്മൾ കരുതുന്ന പോലെ അല്ല വാസ്തവത്തിൽ മനുഷ്യൻ ഓരോരുത്തരും ഭഗവാനിലേക്ക് എത്തുന്ന വഴികൾ. ഇതിൻ്റെയും കൂടെ ഓർമ്മപ്പെടുത്തലാണ് ശ്രീരുദ്രം.
ശ്രീരുദ്രത്തിൽ ഭഗവാനെ വിളിക്കാൻ പറയുന്ന വഴികൾ, വിഗ്രഹാരാധനയ്ക്കൊക്കെ ശരിക്കും വലിയ പ്രമാണങ്ങൾ ശ്രീരുദ്രത്തിൻ്റെ അകത്ത് ചകഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. എന്തുകൊണ്ട് വിഗ്രഹത്തിൽ ആരാധിക്കാം? അതിൻ്റെ അടിസ്ഥാനം എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞു, അകത്ത് അഭിഷേകം നടക്കുന്നു, ക്ഷേത്രാങ്കണമാണ്, ശാല അടുത്തുണ്ട്. മന്ത്രം ഞാൻ പറയില്ല, അതിക്രമമാവുന്നുള്ളതുകൊണ്ട് തന്നെ മന്ത്രം പറയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആശയങ്ങൾ മാത്രം പറയണം, സദയം ക്ഷമിക്കണം മന്ത്രങ്ങൾ പറയാത്തത്. അപ്പം പ്രതിമയുടെ ആരാധനയിൽ നിന്ന് പ്രതീകമായിട്ടുള്ള ആരാധനയിലേക്കുള്ള നമ്മുടെ പുരോഗമനത്തിൻ്റെ ഏറ്റവും വലിയ മന്ത്രസ്തുതികളാണ്. അപ്പോൾ വിഗ്രഹം എന്ന് വിശേഷേണ ഗ്രഹിക്കേണ്ട വിഗ്രഹം എന്ന് പറഞ്ഞു. എന്താ വിഗ്രഹം? വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണായ പ്രപഞ്ചത്തിനെ മുഴുവൻ ആകത്തുകയായിട്ട് സങ്കല്പിക്കുന്നതാണ് വിഗ്രഹം. വിഗ്രഹം അവിടെ ഒരു കല്ലായിട്ട് നമുക്ക് തോന്നുന്നു, അത് ചിലപ്പോൾ ഒരു വിശേഷപ്പെട്ട മെറ്റീരിയൽ ആയിരിക്കാം. ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ പോലെ പാതാളാഞ്ജനശിലയായിരിക്കാം, ഭഗവാന്റെ പോലെ കരിങ്കല്ലിലുള്ള വിഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ കൃഷ്ണശില എന്ന് വിളിക്കുന്ന വിശേഷമായിട്ടൊരു വേറെ തരം കല്ലിലുള്ള വിഗ്രഹമായിരിക്കാം, അതല്ല നവപാഷാണം കൊണ്ടുണ്ടാക്കിയതായിരിക്കാം, ദാരു പ്ലാവ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം. ഭഗവതിയുടെ പ്ലാവിൽ സ്വർണ്ണുണ്ടേ, വരിക്കപ്ലാവിൽ സ്വർണത്തിൻ്റെ അംശം കൂടുതൽ, അതുകൊണ്ടാണ് ദാരുവിഗ്രഹങ്ങൾ അമ്മ അതിൽ നിർമ്മിക്കുന്നതിൻ്റെ കാരണം തന്നെ. അതേപോലെ പഞ്ചലോഹത്തിലുണ്ടാവാം, എന്തു ആവട്ടെ, മെറ്റീരിയൽ എന്തു ആവട്ടെ, സങ്കല്പം എന്താ? ഈ കാണായ പ്രപഞ്ചം മുഴുവൻ ഈ വിഗ്രഹരൂപത്തിലിരിക്കണമെന്നാ. അപ്പം തലേന്ന് രാത്രി വരെ, അല്ലെങ്കിൽ തലേന്ന് വരെ നമ്മൾ കണ്ട് ആനന്ദിച്ചിട്ടുള്ള ലൗകിക പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള അലങ്കാരങ്ങളോട് കൂടിയിട്ടുള്ള വിഗ്രഹത്തിനെ ഒരു നോക്ക് രാവിലെ തുറന്നിട്ട് കാണുകയാണ് അവസാനമായിട്ട്. ഇതാണ് നിർമാല്യം. അവസാനമായിട്ട് കാണുകയാണ്. നമുക്കുണ്ടായിരുന്ന സമൃദ്ധികൾ, ഈ പ്രപഞ്ചം എങ്ങനെ ആയിരുന്നു, കണ്ണടച്ച് തുറക്കുമ്പോൾ, ഇരുട്ടി തുറക്കുമ്പോൾ ഇങ്ങനെയാണ് എന്ന് ഒരു നിമിഷം കണ്ടതിന് ശേഷം ആ ലോകസ്വരൂപമായിട്ടുള്ള വിഗ്രഹത്തിനെ നമ്മൾ അങ്ങോട്ട് ആ അലങ്കാരങ്ങളുടെ ഇളക്കാണ്. എന്തിനാ നിർമാല്യം കണ്ടതറിയോ? വൈരാഗ്യബുദ്ധി വളർത്താനാ. തലേ ദിവസം അത്രയും അറ്റാച്ച്മെൻ്റ് ആയിട്ട് കണ്ടിരുന്ന അലങ്കാരത്തിനെ നമ്മൾ ഇനി ഇതെൻ്റെ അല്ല, ഇത് എനിക്കിനി കാണാൻ സാധിക്കില്ല, അത് പ്രപഞ്ചത്തിലേക്ക് അത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് അതിൻ്റെ ഘടകങ്ങളായിട്ട് അത് പിരിഞ്ഞു പോകണം, ആ രൂപം അങ്ങോട്ട് പോവാണ്. വാസ്തവത്തിൽ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും ശക്തമായ നിർമാല്യം കളവാട്ടം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൂർത്ത രൂപം, ആ വിഗ്രഹം രൂപം അല്ലാത്തതായി മാറുകയാണ്. ഒരു ശിവലിംഗ രൂപത്തിന് തുല്യമായി തീരുകയാണ്, അമൂർത്തമായി തീരുകയാണ്. ഇന്ന് രാവിലത്തെ നിർമാല്യം അങ്ങനെയായിരുന്നു. അപ്പം ആ അർച്ചകനായിട്ടുള്ള വ്യക്തി ക്ഷേത്രനട, ശ്രീകോവിലിൻ്റെ നട തുറക്കുമ്പോൾ അകത്ത് അമൂർത്തമായിട്ടുള്ള ഈശ്വരൻ മൂർത്തി രൂപത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും അതിൽ അലങ്കാരങ്ങളുണ്ടെങ്കിൽ അതിനെ മുഴുവൻ എടുത്ത് അപ്പം ലോകം മുഴുവൻ ആ ഒരു വിഗ്രഹത്തെ സങ്കല്പിച്ച് അതിലുള്ള ആ ലൗകികമായിട്ടുള്ള നമ്മുടെ സകല ബന്ധങ്ങളെയും അറുത്തു മാറ്റാനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണ് വാസ്തവത്തിൽ നിർമാല്യം തൊഴുക എന്ന് പറഞ്ഞു. നിർമാല്യം കാണുമ്പോൾ പരസ്യമായിരിക്കേണ്ട, ഭഗവാനെ നമുക്ക് ഈ പ്രപഞ്ചത്തോടുള്ള നമ്മുടെ സകല കെട്ടുപാടുകളും ഈ ശരീരമടക്കം പോകാനുള്ള ഭാഗ്യം തരണേന്ന് പ്രാർത്ഥിക്കാനുള്ള ചങ്കൂറ്റുണ്ടാവണം. ശിവനെ വീട്ടിൽ വെച്ച് പലർക്കും പൂജിക്കാൻ പേടിയതാണ്. ഭഗവാന്റെ അടുത്ത് പോയിട്ട് എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനാണെങ്കിൽ സോൾവ് ചെയ്ത് തരും. ഇദ്ദേഹമാണെങ്കിൽ എന്തിനാ ഈ ചക്രത്തിൽ കിടക്കണം, ഇങ്ങോട്ട് വാന്ന് പറയും. ഒറ്റ വലിയ ആത്മാവിനെ അങ്ങോട്ട് എടുക്കുക ചെയ്യുക. ആ പേടി കാരണമാണ് അദ്ദേഹത്തിനോട് പലരും അടുക്കാത്തത്. അത്ര നിഷ്കളങ്കതയാണ് ഭഗവാൻ. നേരെ വാ, സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഈ നിർമാല്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താ അഭിഷേകം? ജലത്തിനൊരു സ്വഭാവമുണ്ട്. ജലം എന്തിനേയും ആഗിരണം ചെയ്ത് കൊണ്ടുപോകുന്നു. ഫലേച്ഛയില്ലാത്ത നമ്മുടെ കർമ്മം ഈ പ്രപഞ്ചത്തിനായിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അഭിഷേകം. കാരണം വിഗ്രഹം ആ ലോകമാണ്. ആ ലോകത്തിലേക്ക് നമ്മുടെ കർമ്മത്തിനെ ഫലേച്ഛയില്ലാണ്ട് നമ്മൾ കൊടുക്കുകയാണ്. അതാണ് വാസ്തവത്തിൽ അഭിഷേകം. ഏത് ചെറിയ അഭിഷേകമാവട്ടെ, വലിയ അഭിഷേകങ്ങളും ആവട്ടെ, അത് ചെയ്യുന്ന സമയത്ത് വിധിച്ചിട്ടുള്ള ചില മന്ത്രങ്ങളുണ്ട് ചെല്ലാൻ. സപ്തശുദ്ധി ആവാം, പുരുഷസൂക്താവാം, ശ്രീരുദ്രാവാം. എന്തിനാണ്?
നേരത്തെ പറഞ്ഞ ഈ വൈരാഗ്യഭാവനയും ഈ ഫലേച്ഛയില്ലാത്ത കർമ്മസമർപ്പണത്തിനെയും നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അഭിഷേകങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. സഹസ്രശീർഷാ പുരുഷ എന്ന് പറയണു, അല്ലെങ്കിൽ നമസ്തേ രുദ്രമന്യവേ എന്ന് പറഞ്ഞു. ഏത് ഭാവത്തിൽ വിളിച്ചാലും ലോകത്തിൽ എവിടെയെങ്കിലും കാണുമോ, ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ കാണുമോ കോപമേ നിനക്ക് നമസ്കാരം എന്ന് പറയണത്? നമ്മുടെ കോപമല്ല. നമ്മൾ പറയും എൻ്റെ കോപം സാധാരണ കോപമല്ല, ഞാൻ ധാർമ്മിക രോഷം കൊണ്ടത് ചെയ്താണെന്ന്. മനുഷ്യന് എന്തു രോഷം വന്നാലും അതിൽ സ്വാർത്ഥത ഉണ്ടാവും. എവിടെയോ ഈഗോ സ്ക്രാച്ച് ആവുന്നതുകൊണ്ടാണ് രോഷം വരുന്നത്. രാഗത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും സ്പർശമില്ലാതെ ഒരു രോഷം ഉണ്ടാവില്ല. ഒരു കാര്യം ഇങ്ങനെ ആകണം എന്നുള്ള നമ്മുടെ നിർബന്ധ ബുദ്ധിയാണല്ലോ രാഗം. അത് നടക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗാണ് ദ്വേഷം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, അതത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. അപ്പോൾ ഈ കോപം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രാഗദ്വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വിഗ്രഹരൂപത്തിൽ വന്നാൽ ഭഗവാന് രാഗദ്വേഷം ഉണ്ടെന്ന് വേണം അത്ര കണക്കാക്കാൻ. അദ്ദേഹത്തിനും വികാര വിചാരങ്ങൾ ഉണ്ടെന്ന് വേണം കണക്കാക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഇത് മുഴുവൻ നമ്മുടെ കർമ്മരൂപത്തിലുള്ള കർത്തവ്യരൂപത്തിലുള്ള സകലതിനെയും ഭഗവാന് സമർപ്പിക്കുകയാണ്. അഭിഷേകത്തിനാണ് ഏറ്റവും പ്രാധാന്യം. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറഞ്ഞത് പഞ്ചോപചാരമായിട്ട് പൂജ കൊടുക്കും. എന്തിനീ പഞ്ചോപചാരമായിട്ട് പൂജ കൊടുക്കണം? നമുക്ക് നമ്മുടെ ശരീരത്തിനടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല, ഈ 5 ഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് പകരമായിട്ട് പ്രതീകമായിട്ട് അവനവനെ തന്നെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് 5 ഉപചാരങ്ങൾ കൊണ്ട് ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി തുടങ്ങിയിട്ടുള്ള ആ ഭൂതങ്ങളുടെ സ്വരൂപത്തിലുള്ള ശരീരത്തിനെ തന്നെ അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. ഇതിനും രുദ്രം പോലുള്ള മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ മന്ത്രം മാത്രമായിട്ട് ഇത് നിൽക്കുമ്പോഴാണ് പ്രശ്നം. അർത്ഥമറിഞ്ഞ് നമ്മൾ ഈ പറയുന്നത് ഓരോന്നും ചെയ്താൽ, ജപിച്ചാൽ, ഹോമിക്കാം, പൂജിക്കാം, അഭിഷേകം ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ആധ്യാത്മികമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് വളരെ വലുതാണ്. വാസ്തവത്തിൽ വളരാനൊന്നുമില്ല. ഈ ആധ്യാത്മിക വളർച്ച എന്നൊക്കെ പറയുന്നത് ഒരു അപകടം പിടിച്ച വാക്കാണ്. ബുദ്ധൻ പറഞ്ഞതാ ശരി, എല്ലാം അകത്തുണ്ട്, കഴുകി കളയേ വേണ്ടു, തെളിഞ്ഞു കിട്ടും. അകത്ത് എല്ലാം ഉണ്ടെന്നാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്നും പുതുതായിട്ട് പുറത്തുനിന്ന് കിട്ടാനില്ല. ഭഗവാനിൽ നിന്ന് വേർപെടാത്ത വസ്തുക്കളാണ് നമ്മളാ വിചാരിക്കണം നമ്മൾ വേറിട്ട വസ്തുക്കളാണ്. ഞാൻ എല്ലാ സ്ഥലത്തും തമാശയ്ക്ക് പറയാറുണ്ട്, ഞാനും എൻ്റെ മൂക്കും കൂടി കല്യാണത്തിന് പോയി എന്ന് എവിടെയെങ്കിലും പറയുമോ? ഞാൻ പോയി ഒരു കല്യാണത്തിന് എന്നല്ലേ പറയുള്ളൂ എന്ന് പറയാറുണ്ട്. മൂക്ക് പക്ഷെ വിചാരിക്കുകയാണ് ഞാൻ വേറൊരാളാണ് എന്ന് കരുതി എന്ത് ചെയ്യാൻ പറ്റും? അതുമാതിരിയാണ് മനുഷ്യൻ, പ്രകൃതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിതിനെ വ്യത്യാസപ്പെടുത്തി കാണും. ആ വ്യത്യാസപ്പെടുത്തലിനെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയുള്ള എഫർട്ടാണ് രുദ്രം. രുദ്രത്തിൻ്റെ അർത്ഥം സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ അടുത്ത ദിവസം ഞാൻ ആ ലൈവ് ചെയ്തപ്പോൾ ഞാൻ അതിൽ ബബ്ലുഷ എന്നൊരു വാക്കുണ്ട്, നമോ ബബ്ലുഷായ എന്ന് പറഞ്ഞിട്ട് മന്ത്രത്തിൽ വരൂ. ബബ്ലു അഥവാ ബബ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളാന്നും ധർമ്മം എന്നും അർത്ഥം. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ, കാളയുടെ പുറത്തിരിക്കുന്നവൻ മാത്രമല്ല, ധർമ്മത്തിൻ്റെ പുറത്തിരിക്കുന്നവൻ. പ്രത്യുൽപാദനത്തിനുള്ള ശേഷിയും കടന്നു മൂത്തിട്ടുള്ള കാളയാവണം, അല്ലാണ്ട് യൗവനയുക്തനായിട്ടുള്ള വിത്തുകാളയാവരുത്. അത് ബബ്രു അല്ല. ശരിക്കും നന്ദികേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധാവസ്ഥ എത്തിയിട്ടുണ്ടാവണം, അങ്ങനെയുള്ള കാളയാണ്. അപ്പം ധർമ്മം ആവണമെങ്കിൽ അത്രയും മൂപ്പെത്തണം. അപ്പം ധർമ്മത്തിൽ സഞ്ചരിക്കണവൻ കാളപ്പുറത്ത് സഞ്ചരിക്കണവൻ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അമേരിക്കയിലുള്ളൊരു ഫ്രണ്ടിൻ്റെ മെസ്സേജാണ്. അവൻ്റെ ഓഫീസിലൊരു പയ്യനുണ്ട്, അത്രേ പേരെന്താന്ന് ചോദിച്ചാൽ ബബ്ലു എന്ന് പറയാൻ അവന് വലിയ നാണക്കേടാന്ന്. ഇനി അവന് നാണക്കേടില്ല എന്ന് പറഞ്ഞു വന്നു. കാരണം അത് ഭഗവാന്റെ പേരാണല്ലോ. നമ്മൾ വിളിപ്പേരായിട്ട് വിളിക്കില്ലേ? നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് കുട്ടികളെ വിളിക്കാറുണ്ട്, ഇവിടെയും വിളിക്കാറുണ്ട്, ബബ്ലു ബബ്ലു എന്ന് വിളിക്കും. അപ്പോൾ അത് പറയാൻ ഇനിയിപ്പോൾ ശരിക്കുള്ള പേരൻ അതാണെങ്കിൽ എന്താ പറയുക? വിളിപ്പേര് പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, ഒരു വിഷമവും വിചാരിക്കേണ്ട ആവശ്യമില്ലേ നീ, അത് ഭഗവാന്റെ പേരാണ്. ആ ധർമ്മം എന്നുള്ള ആ പേര്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ജീവിതത്തിലെ ഏറ്റവും മണ്ടേനായിട്ടുള്ള കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള കാര്യങ്ങൾ ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ അകത്തൊക്കെ ഭഗവാനെ കണ്ടെത്താനുള്ളൊരു ശ്രമമാണ്. കണ്ടെത്താനുള്ള എളിയ ശ്രമമാണ് വാസ്തവത്തിൽ ശ്രീരുദ്രം. പക്ഷെ ആ മഹർഷീശ്വരന്മാരുടെ എളിമയാണ് അതിൻ്റെ പവർ. ആ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുന്നാണ് വരണത്? നമ്മുടെ അകത്തുനിന്ന് തന്നെ വരേണ്ടത്. അത് പുറത്തുനിന്ന് കിട്ടില്ല.
നമ്മുടെ അകത്തുനിന്ന് തന്നെ അത് ഉണ്ടായി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അകത്ത് ഭഗവാൻ ഇരിക്കേണ്ടതെന്നുള്ളതിൻ്റെ പ്രത്യക്ഷ പ്രമാണല്ലേ. നമ്മൾ ഓരോരുത്തരും അനുഭവങ്ങളുടെ കലവറയാണ്, അനുഭവങ്ങളുടെ കലവറയാണ്. ഒരു കാര്യം ചെയ്യാണ്ടിരുന്നാൽ മതി, ഇത് വെറുതെ പുറത്ത് പോയിട്ട് ഡിസ്കസ് ചെയ്യാണ്ടിരുന്നാൽ മതി. അനുഭവം പറയരുത്. മനുഷ്യനായിട്ടുള്ള ഗുരുവിൻ്റെ അടുത്ത് പോലും 10 പ്രാവശ്യം ആലോചിച്ചിട്ടേ പറയാൻ പാടുള്ളൂ. കാരണം അവിടെയും മനുഷ്യനാകിയാൽ സ്വാർത്ഥത വരും. എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞതിൻ്റെ പ്രത്യക്ഷ പ്രമാണം ഞാൻ കണ്ടിട്ടുള്ളതാ. തുറന്ന സദസ്സിൽ പറയുക, ഞാൻ മനുഷ്യനാണ് വിശ്വസിക്കരുതെന്ന് പറയണത് ഭഗവാൻ, പറയണത് മനുഷ്യനോട്. ഇതിൽ പര ഇൻസൾട്ട് എന്താ ഉള്ളത്? മനുഷ്യനാണ് വിശ്വസിക്കരുതെന്നൊരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഭഗവാൻ പറയുമ്പോൾ ഇതിൽ പരം അപമാനം വേറെന്താ മനുഷ്യന് വരാനുള്ളത്? അത്രേ നമ്മുടെ മനസ്സിൻ്റെ ഉറപ്പുള്ളൂ. ഇന്നലെ രാത്രി നാളെ രാവിലെ ഞാൻ ഈ കാര്യം ചെയ്യുന്നു പറഞ്ഞ് ഇറങ്ങി പുറപ്പെടണം. നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി രാവിലെ എനിക്ക് വാലിന്ന് വേണ്ടാന്ന് പറയും അല്ലേ? അപ്പം ഇന്നലെ തീരുമാനിച്ച ആരാ? ഇന്ന് വേണ്ടാന്ന് പറഞ്ഞ ആരാ? അപ്പം നമ്മുടെ തന്നെ 2 പേരുണ്ടോ? അതോ ഉച്ചയാകുമ്പോൾ തോന്നണേ അല്ലെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യാം, അതാരാ? 3-ാമതാളുണ്ടോ? അവനവനെ ആദ്യം തിരിച്ചറിഞ്ഞിട്ട് പുറത്തു പോവുക. ആദ്യം അകത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ ചതി അവനവനെ ചതിക്കണതാണ്. അവനവനെ ചതിക്കണതിൻ്റെ മുകളിൽ വേറൊരു വലിയ സത്യം പറ, അതാണ് ഏറ്റവും വലിയ ആത്മഹത്യ. ആത്മഹത്യയുടെ ഏറ്റവും വലിയ പാവം എന്നാണല്ലോ. ആ ആത്മഹത്യയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അവനവനെ ചതിക്കല. ചെയ്യരുത് എന്നകത്തിരുന്ന് പറഞ്ഞത് കേൾക്കാതെ ചെയ്തിട്ട് പിന്നെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും ഡിറ്റാച്ചഡായിരിക്കണം. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. വിഷമിക്കുക എന്നുള്ള സംഭവം വരുന്ന അവിടെ പിന്നെ ഒരു അറ്റാച്ച്മെൻറ്റ് കിടക്കും. അത് അങ്ങനെ ആകാമായിരുന്നല്ലോ എന്നുള്ളത് നമ്മുടെ അറ്റാച്ച്മെൻ്റ് കൊണ്ടാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോവാം. രുദ്രത്തിൻ്റെ ആ ക്രമത്തിലേക്ക് വരുന്നതിൻ്റെ ഞാൻ ഈ എന്തുകൊണ്ടാണ് വിഗ്രഹവും നിർമ്മാല്യവും അഭിഷേകവും പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം ബാഹ്യമായിട്ട് നമ്മൾ ചെയ്യണ ആരാധനകളുടെ യജ്ഞങ്ങളുടെ ഇതൊക്കെ യജ്ഞങ്ങളാണ്. ആ യജ്ഞങ്ങളുടെ ഭാവനയെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രങ്ങൾ. അതുകൊണ്ടാണ് ഇത് യജുർവേദത്തിലിരിക്കുന്നത്. അതിനെന്തുകൊണ്ട് ഋഗ്വേദത്തിൽ വെച്ചില്ല? ഋഗ്വേദത്തിൽ എന്തുകൊണ്ട് വെച്ചില്ല? ചിന്തിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് ഇത് സാമവേദത്തിലുണ്ടായില്ല? അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് പിൽക്കാലത്തേക്ക് വരുന്ന അഥർവവേദത്തിൽ വന്നില്ല? അഥർവം മോശമൊന്നുമല്ല കേട്ടോ, അഥർവത്തിനെ തള്ളി പറയണ്ട. അഥർവം ഭഗവാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. അഥർവത്തിലാണ് ഏറ്റവും കൂടുതൽ വിശേഷപ്പെട്ട സ്തുതികളും മന്ത്രങ്ങളും പലതും. അഥർവം മന്ത്രവാദമാണെന്ന് വിചാരിക്കുന്നത് ശുദ്ധ വെട്ടിത്തരാ. സിനിമ കണ്ടിട്ട് അഥർവം പറഞ്ഞിട്ടുള്ള സിനിമ കണ്ടിട്ടാണ് പല ആൾക്കാരും. ഇപ്പോൾ പൈതൃകം പറഞ്ഞ സിനിമ കണ്ടിട്ടാണ് അതിരാത്രം എന്താണെന്ന് ആൾക്കാർ അറിയണത്. മഴ പെയ്യിക്കാനാണ്, ശാല കത്തിക്കണമെന്നൊക്കെയാണ് ആൾക്കാർ കരുതുന്നത്. ശുദ്ധാബദ്ധങ്ങൾ പ്രചരിപ്പിക്കണതിൽ നമ്മുടെ സിനിമകൾക്ക് വലിയ പങ്കുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പൈഡർമാൻ കണ്ടിട്ട് നമുക്ക് ആധ്യാത്മിക ബോധം വരുമ്പോൾ സിനിമ ചെയ്യണ പ്രായച്ചിത്തായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത്തരം ഓരോ മന്ത്രങ്ങളുടെയും അകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം. മനു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉടനെ മനുവിനെ കുറച്ച് ചീത്ത വിളിക്കുക. മനു പറഞ്ഞത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ടാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ കോണ്ടെക്സ്റ്റ് ഉണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. ആചാര്യന്മാർ കഴിയുന്നതും പുതിയതൊന്നും തുടങ്ങി വയ്ക്കാറില്ല. ഉള്ളത് നന്നായിട്ട് നിലനിർത്താനും അവർ ശ്രമിക്കും. അതാണ് യഥാർത്ഥ ആചാര്യന്മാർ ചെയ്യാറ്. അവരെന്തെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആലോചിച്ചിട്ടായിരിക്കും. അതാത് സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുമായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. രുദ്രം പോലുള്ള മന്ത്രങ്ങൾ ഇന്ന് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്ത് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരെ കാണാം. തോന്നുന്ന പോലെ വ്യാഖ്യാനിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പോകുന്നൊരു പാതയിൽ നിന്ന് അവരെ പിടിച്ച് ഉന്തിത്തള്ളി അപ്പുറത്തേക്ക് ഇട്ടിട്ട് വേദബാഹ്യമായിട്ട് വേദപ്രമാണമില്ലാത്ത, വേദത്തിൻ്റെതായിട്ടുള്ള യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത 12ഉം 13ഉം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള തല്ലിപ്പൊളി കുറേ പുരാണങ്ങളും എടുത്തിട്ട് ഇന്ന് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ നോൺസെൻസാ അനുഭവിക്കുന്നു. വിഷ്ണുവിനെ തൊഴണമെന്ന് ശിവനെ തൊഴരുതെന്നും, കൃഷ്ണനെ തൊഴണമെന്ന് വിഷ്ണുവിനെ തൊഴരുതെന്നും, ഈ ലോകം ആ ലോകത്തിൻ്റെ മുകളിലാണ്, ഈ ലോകത്തിൻ്റെ താഴെയാണ് മറ്റേ ലോകം, കൈലാസം, വൈകുണ്ഠം, ഇതൊക്കെ എന്താ? സംശയമില്ലാത്ത അവസ്ഥ എന്നേ വൈകുണ്ഠം എന്നുള്ള വാക്കിന് അർത്ഥമുള്ളൂ. വിഗുണ്ഠതയുള്ളത് അത് ബ്രഹ്മജ്ഞാന, ഭഗവാൻ എന്താണെന്ന് അറിയുക എന്നുള്ളതാണ്. അതാണ് വൈകുണ്ഠം. അതിൽ ഭഗവാൻ ജീവിക്കുകയാണ്, അതിൽ ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ.
അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ കേവലമാക്കല്ല. അതാണത്. ഇറ്റ് ഈസ് ഈസി ടു ബി കോംപ്ലിക്കേറ്റഡ് എന്ന് പറയും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബി സിമ്പിൾ. വളരെ എളുപ്പമാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ. സിമ്പിളായിട്ട് പറയാൻ ഏറ്റവും കഷ്ടം. മഹർഷീശ്വരന്മാർ മുഴുവൻ സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് അവർ സൂത്രരൂപങ്ങളിൽ എഴുതി വെച്ചതെല്ലാം. പക്ഷെ അതിനെ അങ്ങോട്ട് പിഴിയാൻ തുടങ്ങിയാണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കടൽ വരും പുറത്തേക്ക്. ഇത്രയും മെറ്റീരിയൽ കയറി വരും. അപ്പം രുദ്രം പോലുള്ള മന്ത്രങ്ങളെ നമ്മൾ സമീപിക്കുമ്പോൾ അതിനെ പേടിച്ച് പറിച്ചിട്ടല്ല, സ്നേഹത്തോടെ സമീപിക്കേണ്ടതാണ്. ഈശ്വരനോടുള്ള പരമപ്രേമം കൊണ്ട് നമ്മൾ സമീപിക്കേണ്ടതാണ് രുദ്രം പോലുള്ള മന്ത്രങ്ങൾ. ഭഗവാൻ കണ്ണുരുട്ടിയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തവൻ തെറ്റ് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഭഗവാൻ കണ്ണുരുട്ടിയിട്ട് ഇരിക്കണമെന്ന് അതിനർത്ഥമുള്ളൂ. നല്ലത് ചെയ്തിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഭഗവാൻ ചിരിക്കണമായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. ഭഗവാൻ ചിരിക്കണമില്ല, കണ്ണുരുട്ടണമില്ല. ഇതൊക്കെ നമ്മുടെ അകത്തെ റിഫ്ലക്ഷൻസാണ്. രുദ്രം വ്യക്തമായിട്ടത് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം മാത്രമേ രുദ്രൻ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുള്ളൂ, അത് മരിക്കാൻ പഠിപ്പിക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മരിക്കാൻ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് അവസാനം അത് മൃത്യവേ സ്വാഹ മൃത്യവേ സ്വാഹ, ഓം നമോ ഭഗവതേ രുദ്രായ വിഷ്ണവേ മൃത്യുർമേവാഹി എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നു. രുദ്രനും വിഷ്ണുവുമായിട്ടുള്ള മൃത്യു എന്ന് വിളിക്കുന്നത് എന്താ? മൃത്യു എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ഈ കാണായിട്ടുള്ള ഈ സംസാരത്തിലുള്ള നമ്മുടെ സകല ബന്ധങ്ങളെ അറക്കുന്നതിനാണ് മൃത്യു എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് ശരീരം വീഴുന്നതിനല്ല. ശരീരം വീണാലും നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ പല രൂപത്തിലും. അപ്പം അത് ആ ബന്ധം അവിടെ നിൽക്കണോണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭഗവാൻ പറഞ്ഞു, എന്തിനാ കിടന്ന് ചക്രത്തിൽ കിടന്ന് കഷ്ടപ്പെടണം, ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കില്ലേ, അതാണ് മൃത്യു. മൃത്യുവിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൃത്യുവിനെ തോൽപ്പിക്കുക എന്നല്ല, മൃത്യുവിനെ ഫ്രണ്ടാക്കുക എന്ന അർത്ഥം, സുഹൃത്താക്കുക. ഒരാളെ നമ്മൾ ശരിക്കും ജയിക്കുന്ന എപ്പോഴാണ്? സ്നേഹം കൊണ്ട് കീഴടക്കുമ്പോഴാണ്. മൃത്യുവിനെ സ്നേഹം കൊണ്ട് കീഴടക്കുകയാണ് നമ്മൾ. മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ഭഗവാനെ സ്തുതിക്കാനുള്ള കാരണം അതാണ്. രുദ്ര അവസാനിക്കുമ്പോൾ അതിൽ വ്യാഹൃതികളും ബീജാക്ഷരങ്ങളും ഒന്നും ഇല്ലാത്ത മൃത്യുഞ്ജയ മന്ത്രമാട്ടോ ഞാൻ പറഞ്ഞ ത്രംബകം എന്ന് പറയുന്ന മന്ത്രം. എന്താ ത്രംബകം? രുദ്രത്തിൻ്റെ ഭാഗമാണ്. ത്രംബകത്തിനെ വേറെ ആയിട്ട് കാണാൻ പറ്റില്ല ശരിക്കും. കാരണം ആ സ്തുതി കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത് മാത്രമല്ല, അത്രയും നേരം ജപിച്ചിട്ട് എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാനെ അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ത്രംബകം ചെല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അയമ്മേ ഹസ്തോ ഭഗവാൻ അയമ്മേ ഭഗവത്തര എന്നുള്ള മന്ത്രങ്ങളൊക്കെ ചെല്ലും. അത് അതിരാവിലെ എണീച്ചിട്ട് കൈ നോക്കിയിട്ടും ചെല്ലണ്ടെന്നാണ് പറയുക. എൻ്റെ കയ്യിൽ ഭഗവാൻ ഇരിക്കുന്നു, ഞാൻ ഈ ചെയ്യണ കർമ്മങ്ങളൊക്കെ കർമ്മശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ കയ്യിൽ സങ്കല്പിക്കുകയാണ്. നമ്മൾ പൗരാണികമായിട്ടൊരു മന്ത്രം ചെല്ലാറുണ്ട് എല്ലാവരും, കരാഗ്രേ വസതേ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ വൈദികമായിട്ടുള്ള മന്ത്രമാണ് അയമ്മേ ഹസ്തോ ഭഗവാൻ അയമ്മേ ഭഗവത്തര എന്ന് പറഞ്ഞിട്ട് ചെല്ലാറുണ്ട്. അപ്പം ഈ അമ്പകം ത്രംബകം എന്താ എല്ലാവരും പറയും 3 കണ്ണാണെന്ന്. അല്ല, രുദ്രൻ്റെ 3 സഹോദരിമാരെ പറയുന്നുണ്ട് വേദം. അംബ, അംബിക, അംബാലിക. അത് നമ്മൾ മഹാഭാരതത്തിൽ കാണുന്ന ആൾക്കാരല്ല, ആ പേര് ഇവിടെ ഉപയോഗിച്ചിരിക്കണമെന്ന് മാത്രം. അംബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതമാകണ യുദ്ധത്തിൽ മുറിവേറ്റ് കിടക്കണവരെ, ജീവാത്മാക്കളെ, ശിശുക്കളായിട്ടുള്ള നമ്മളെ, പശുക്കളെ പാല് തന്ന് സംരക്ഷിക്കുന്നവളാണ്. അംബിക പാലും ഔഷധവും തന്ന് സംരക്ഷിക്കണം. അംബാലിക പാലും ഔഷധവും കെയറും ശുശ്രൂഷയും തന്ന് സംരക്ഷിക്കണം. രുദ്രൻ്റെ സൈന്യം യുദ്ധഭൂമിയിലുള്ളപ്പോൾ ഈ അംബാലികയുടെ ഫുൾ വണ്ടി അവിടെ ഉണ്ടാവുകയാണ്, ആംബുലൻസ്. ആചാര്യ നരേന്ദ്രഭൂഷൺ ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ടൊരു പ്രയോഗമായിരുന്നു. ആംബുലൻസ് യൂണിറ്റ് അത്ര ഭഗവാന്റേത്. യുദ്ധത്തിൽ മുറിവേറ്റ് വീഴുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കാനുള്ള ആംബുലൻസ് യൂണിറ്റ് ആയിട്ടാണ് പറഞ്ഞത് അംബ, അംബിക, അംബാലികമാരെ. ഇത് 3 തരണമെങ്കിൽ ഭഗവാൻ അവിടെ നിൽക്കണം, അസ്ത്രശസ്ത്രങ്ങളോട് കൂടിയിട്ട്. അങ്ങനെയുള്ള ത്രംബകം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെല്ലിയാൽ എത്ര നല്ലതാ. അർത്ഥം മനസ്സിലാക്കാണ്ട് ചെല്ലുന്നുണ്ട്, തോന്നണ നേരത്ത് ചെല്ലുന്നുണ്ട്. വെറും വയറ്റിലേ ചെല്ലാവൂന്നാ നിയമം. രാവിലെ 8 മണിക്ക് മുമ്പ് കഴിയുന്നതും ചെല്ലി തീർക്കുകയും വേണം. കാരണം തലച്ചോറിൻ്റെ സകല പ്രവർത്തനങ്ങളും ഈ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സമയത്തായിരിക്കണം നമ്മൾ ചെല്ലാൻ. ദഹനം തുടങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഊർജ്ജം സ്പ്ലിറ്റ് ആവാൻ തുടങ്ങും, പല വഴിക്ക് പോകാൻ തുടങ്ങും. ഫോക്കസ് കിട്ടാനാണ്, അല്ലാണ്ട് വെറുതെ പട്ടിണി കിടന്ന് ശരീരത്തിനെ ദ്രോഹിക്കാനല്ല ആ നേരത്ത് ചെല്ലാൻ പറയുന്നു. 2, സൂര്യരശ്മികളൊക്കെ രുദ്രന്മാരാണെന്നാണ്. അതിനാൽ ഏറ്റവും കൂടുതൽ രുദ്രന്മാരാൽ പ്രപഞ്ചം വ്യാപിച്ചിരിക്കുന്ന ഒരു സമയം, ആ സമയത്ത് ഇത് ചെല്ലാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ
നിയമം അനുശാസിക്കുന്നത്. കേരളത്തിലാണ് കേട്ടോ നിഷ്കർഷമായിട്ട് ചെയ്യുന്നത്. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആന്ധ്രയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിനെ മോശമായിട്ടല്ല പറഞ്ഞത്, ആ സമ്പ്രദായത്തിൽ അത് തെറ്റല്ല. അപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ കൽപ്പാത്തിയിൽ രഥോത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാനെ കൊണ്ടുവന്ന് ഭഗവാന് ചണ്ഡാളാഭിഷേകം എന്ന് പറഞ്ഞിട്ടുള്ള അഭിഷേകമുണ്ട്. ഭഗവാനെ പുറത്തിറക്കിയിരുത്തും ഉത്സവ വിഗ്രഹത്തിനെ, എന്നിട്ട് രുദ്രൻ ചൊല്ലിയിട്ട് അഭിഷേകം ചെയ്യും. അത് തമിഴ് ബ്രാഹ്മണ സമ്പ്രദായത്തിൽ രഥോത്സവങ്ങൾ നടക്കണ അവിടെ ഒക്കെ ഉള്ളതാണ്. നാരങ്ങ നീരുകൊണ്ടൊക്കെ തേച്ച് കഴുകും, എന്നിട്ടാണ് അഭിഷേകം ചെയ്യുക. ആ സമയത്ത് രുദ്രൻ ചെല്ലണ സമയം രാത്രി 12 മണി 1 മണിയൊക്കെ ആവും. ഭഗവാൻ ആ 12 മണിക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് കുളിക്കണ കാണാം, നല്ല രസമായിട്ട്. അപ്പോൾ ആ പദ്ധതിയിൽ അത് തെറ്റല്ല, നമ്മുടെ പദ്ധതിയിൽ അത് അനുവദനീയമല്ല. അതുകൊണ്ടാണ് ഇവിടെ 4 മണിക്ക് തുടങ്ങി ഇപ്പോൾ 10 മണിയാകുമ്പോഴേക്കും അഭിഷേകം മാക്സിമം അവസാനിപ്പിക്കുന്നത്. അവരാരും ഒരു തുള്ളി വെള്ളം കഴിച്ചിട്ടുണ്ടാവില്ല, വെറും വയറ്റി വേണം ചെയ്യാൻ. കാരണം ജപത്തിന് തന്നെ കുറേ സമയം വേണം, പിന്നെ ഒരു 10-45 മിനിറ്റ് പൂജാദികൾക്ക് വേണം. ഇതൊരു വിശേഷ ക്രിയയാണല്ലോ. അപ്പോൾ രുദ്രത്തിൻ്റെ ലോകം മുഴുവൻ ഈശ്വരസ്വരൂപമായിട്ട് നിൽക്കണു എന്നുള്ള ആ സങ്കല്പം നമ്മൾ എത്രത്തോളം ഉൾക്കൊള്ളണോ അത്രത്തോളം നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ കൂടുതൽ വലിയ ഡിസ്കഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷനുകളിലേക്ക് പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിനോട് മനസ്സിനൊരു അറ്റാച്ച്മെൻറ്റ് വയ്ക്കും. അപ്പോൾ വേറൊരാൾ വന്നിട്ട് പറയും ഇതിങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇതിനെ വിടാനുള്ള മടി കൊണ്ട് അതിനെ ഒന്നുമില്ല എതിർക്കും, അല്ലെങ്കിൽ സംശയത്തോടെ കാണും. ഫ്രീ ആയിട്ടിരുന്നാൽ മതി. ഒരു പൊങ്ങുതടി മാതിരി ഭഗവാൻ ഒരു മഹാനദിയാണെങ്കിൽ നമ്മളിങ്ങനെ അതിൽ ഒഴുകി പോവുക. പുള്ളി ഒരു തട്ട് കിട്ടും, അപ്പോൾ അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് തട്ട് കിട്ടും, ഇങ്ങോട്ട് പോവുക, അങ്ങനെ ഒഴുകുക അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. എത്രത്തോളം നമുക്ക് ഈ അഭിഷേകം ചെയ്യപ്പെടുന്ന ജലംമാതിരി ആവാൻ പറ്റുമോ അത്രയും നമ്മുടെ മനസ്സ് ഫ്രീ ആവും. എത്രത്തോളം ജലത്തിനെ ധ്യാനിക്കുക എന്നുള്ളത് വളരെ വിശേഷമാണ്. ഇപ്പോൾ ഹരിദ്വാറിൽ പോകണു, വെള്ളം കണ്ട ഉടനെ ചാടി മുങ്ങി കുളിച്ചു, എനിക്ക് പുണ്യം കിട്ടി. അതെല്ലാം ചെയ്യണ്ടേ. അവിടെ എവിടെയെങ്കിലും മാറിയിരിക്കുക, ആ ഒഴുകണ വെള്ളം നോക്കിയിരിക്കുക, ജലത്തിനെ നോക്കിയിരിക്കുക. മുത്തുസ്വാമി ദീക്ഷിതർ ഗംഗേ മാംപാഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു കീർത്തനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇഴവിരിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ശരിക്ക് ജലം എത്രമാത്രം ധ്യാനത്തിന് ഗുണകരമാണ്. ജലത്തിൻ്റെ ഒഴുക്ക്, കെട്ടി നിൽക്കണ ജലാവട്ടെ അതിനൊരു കഥ പറയാനുണ്ട്, ഒഴുകണ ജലാവട്ടെ അതിനൊരു കഥ പറയാനുണ്ട്, ആർത്തരമ്പി വരണ ജലാവട്ടെ അതിനൊരു കഥ പറയാനുണ്ട്. ഈ രൂപങ്ങളിലൊക്കെ അകത്ത് എന്താണ് അതിൻ്റെ എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനുള്ള എന്തോ ഒരു മാന്ത്രിക വിദ്യ അതിൻ്റെ അകത്തുണ്ട്. അത് ഈ ഭൂതങ്ങളെയൊക്കെ ടെറസിൽ പോയിട്ട് വെറുതെ ആകാശം നോക്കിയിട്ട് അങ്ങോട്ട് കിടക്കുക. കഴിയുന്നത് ടെറസിൻ്റെ സൈഡിലത്തെ ആ വാൾസ് പോലും കാണരുത്. പണ്ടാണീ പറയായിരുന്നു മണപ്പുറത്ത് പോയിട്ട് കിടക്കാൻ. ഇവിടെ മണലിപ്പോൾ കിടന്ന മുതുക് പൊള്ളും, പാറയാണ്. കുറച്ച് ഉയരമുള്ള ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മുകളിൽ ടെറസുകളൊക്കെ ഒന്ന് വൃത്തിയാക്കൂ. ധ്യാനിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം അതാ. അതിൻ്റെ മുകളിൽ പോയിട്ട് അങ്ങോട്ട് മലന്നങ്ങോട്ട് കിടക്കുക. നട്ടുച്ച നേരത്തായ ഏറ്റവും നല്ലത്, നന്നായി ഉണങ്ങി കിട്ടും. അങ്ങോട്ട് മലന്നങ്ങോട്ട് കിടന്നിട്ട് ആകാശത്തിനെ അങ്ങോട്ട് നോക്കുക. ഒന്നും ചെയ്യണ്ട, ഒരു മന്ത്രവും ചെല്ലണ്ട, ഒന്നും ചെയ്യണ്ട. ആ നോക്ക മനസ്സങ്ങോട്ട് ശാന്തമായിട്ട്. ആകാശമാണ് ഏറ്റവും വലിയ വിഗ്രഹം മനുഷ്യന് കിട്ടാവുന്നത്. ലിംഗമാകാശമൂർത്തി എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. നേരത്തെ അത് തന്നെ ശിവലിംഗം. അതിൽ നിന്ന് ഉൽപ്പാദിതമായിട്ടുള്ളതാണ് നമ്മളൊക്കെ. നമ്മൾ ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്നാണ്. ആ ആകാശം നമ്മളെ എങ്ങനെ സാന്ത്വനപ്പെടുത്തണം? നല്ല കാറ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്താ ഒരു സുഖം കിട്ടണത്? ഭഗവാൻ നമ്മളെ തുടരണത്. വായു നമ്മളെ സ്പർശിക്കണു അല്ലേ? അഗ്നി കൊണ്ടും കാര്യങ്ങളുണ്ട്. അഗ്നിയെ തൊടാൻ പോണ്ട. രുദ്രൻ ചൊല്ലിയ അഗ്നിഭൂതോ ഭവതി എന്ന് പറയും. അഗ്നിക്ക് തുല്യം ശുദ്ധനാവുന്ന അഗ്നിഭൂതോ ഭവതി, കൃതാകൃത്യാത്ഭൂതോ ഭവതി എന്നും പറയുന്നുണ്ട്. ചെയ്യേണ്ട സമയത്ത് ചെയ്യാണ്ടിരുന്നിട്ടുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനതിൽ അഗ്നിഭൂതോ മാത്രം എടുക്കണം. അഗ്നിഭൂതോ ഭവതി, അഗ്നിക്ക് തുല്യം ശുദ്ധി എന്നാണ് പറയുന്നത്. അഗ്നിയാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ള വസ്തു പ്രപഞ്ചത്തിൽ. അതുകൊണ്ടാണ് ഭഗവാനെ അഗ്നി എന്ന് വിളിക്കണത്. അഗ്നി എന്ന് പറഞ്ഞാൽ തീയാണോ? അല്ല. അഗ്നി തീയാണോ? തീയല്ല, അറിവാണ് അഗ്നി. അതുകൊണ്ടാണ് ഋഗ്വേദത്തിൻ്റെ 1-ാമത്തെ മന്ത്രം അഗ്നിമീളേ പുരോഹിതം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്.
അഗ്നി എന്നാണ്, നീ അല്ല, നീ, അഗ്നി, മുന്നിൽ നിന്ന് നയിക്കുന്ന എന്ന അർത്ഥം. എൻ്റെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാൾക്കേ സാധിക്കുള്ളൂ, അത് അറിവിന് മാത്രമാണ്. അതുകൊണ്ടാണ് അഗ്നിസ്വരൂപമാവണത് സുബ്രഹ്മണ്യ സ്വാമി. മുരുകനെ അഗ്നിസ്വഭാവമായിട്ട് പറയാൻ കാരണം മുന്നിൽ നിന്ന് നയിക്കുന്ന സേനാനി എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിനും മുന്നിൽ നിൽക്കണമെങ്കിൽ അതിനൊരു അറിവ് വേണം. ആ അറിവിനെ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റില്ല, ആ അറിവിനെ വ്യൂഹം ചമയ്ക്കാൻ പറ്റുള്ളൂ, ആ അറിവിനെ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പദ്ധതികൾ ഉണ്ടാക്കിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അറിവ് വേണം. ഏറ്റവും വലിയ അറിവ് എന്താ? ഞാനും ഇതും ഒന്നാണ് എന്നുള്ള അറിവ്. ഇതുണ്ടെങ്കിൽ ഒരു ഭയവും വരില്ല, ഏത് യുദ്ധകളത്തിൽ ഇറങ്ങാം. ഇതാണ് ഗീതയിൽ പറഞ്ഞതും ഭഗവാൻ. ബാക്കിയുള്ളതൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട ലെസൺസാണ് അദ്ദേഹം പറഞ്ഞത്. ഗീത പറയണത് ഒരാളോടാ, ഒറ്റ ആളോടാ. അങ്ങോര് തന്നെ മര്യാദയ്ക്ക് കേട്ടിട്ടില്ല. ഒരാളോടാ ഭഗവാൻ പറഞ്ഞത്, അങ്ങോര് തന്നെ മര്യാദയ്ക്ക് കേട്ടിട്ടില്ല. മര്യാദയ്ക്ക് കേട്ടിരുന്നെങ്കിൽ രാജ്യഭാരമൊക്കെ കിട്ടിയതിന് ശേഷം ഫ്രണ്ട്സായിട്ട് പിക്നിക്ക് മാതിരി ഇരിക്കണ നേരത്തെ അർജുനൻ പോയിട്ട് ചോദിക്കില്ലല്ലോ, അന്ന് എൻ്റെ അടുത്ത് എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ യുദ്ധകളത്തിൽ, അതൊക്കെ ഒന്ന് ഇവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുമെന്ന്. ഭഗവാൻ അത് കേട്ടിട്ട് കേൾക്കാത്ത മാതിരി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പോയി. എത്ര കൊച്ചു കുട്ടികൾ കളിക്കുന്നുണ്ട് അവിടെയെന്ന്. ഞാൻ പല സ്ഥലത്ത് ഈ കഥ പറയാറുണ്ട്. അർജുനന് തെറ്റ് മനസ്സിലായി പുറകെ ചെന്നു, മദ്യലഹരിയിലും കൂടിയാണ്. പുറകെ ചെന്നു ഭഗവാൻ കുട്ടികളോട് കളിക്കുക മുറ്റത്ത്. എനിക്ക് അബദ്ധം പറ്റി, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ, അതും സാരല്ല അർജുന. ഭഗവാൻ പ്രിയവാക്കാണല്ലോ, മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു വാക്കും ഭഗവാൻ പറയില്ല, പ്രിയവാക്കാണ് ഭഗവാൻ. അപ്പോൾ അർജുനൻ പറഞ്ഞു, അല്ല എനിക്ക് അബദ്ധം പറ്റി, ഞാൻ അതിക്രമം ചെയ്തു. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ അങ്ങ് പറഞ്ഞു തന്ന മഹാജ്ഞാനത്തിനെ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞു, ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൻ്റെ ഇടയിൽ, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അതൊന്നും സാരല്ല, അന്നത്തെ നീയും അന്നത്തെ ഞാനും ഇന്നില്ല അർജുന എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മറന്നേക്കുന്നു. ഭഗവാനെ ഇത് പറയാൻ പറ്റുള്ളൂ. ആ കോണ്ടെക്സ്റ്റിലല്ല നമ്മൾ രണ്ടുപേരും ഇന്ന് നിൽക്കണത്. അപ്പോഴാണ് ഭഗവാന്റെ അടുത്ത് ഇനി ഞാൻ എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അനുഗീത പറഞ്ഞു കൊടുക്കുന്നു. സക്സസ്ഫുൾ ആകാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് ഇന്നത്തെ മാനേജർമാർ പറയണ മാതിരി ഭഗവത്ഗീത എന്നുണ്ടെങ്കിൽ, സക്സസ് ആയവൻ എങ്ങനെ സക്സസ്ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്ന് പഠിപ്പിക്കണതാണ് അനുഗീതയിൽ. അന്നത്തെ നീയും അന്നത്തെ ഞാനും ഇന്നില്ല എന്ന് പറയുമ്പോൾ ഏത് കാലത്തും ഏത് ഉപദേശത്തിനും പ്രസക്തമാണത്. കാലത്തിനനുസരിച്ചിട്ട് ആചാര്യന്മാർ അതിൻ്റെ നന്മ അറിഞ്ഞ് വ്യാഖ്യാനിക്കണം. പക്ഷെ അകത്തുള്ള സത്യം മാറുന്നില്ല. സൂര്യനിൽ നിന്ന് പലവിധം കണ്ണാടികളൊക്കെ ഉപയോഗിച്ചിട്ട് വെളിച്ചത്തിനെ അകത്ത് കൊണ്ടുവന്നാൽ അത് സൂര്യപ്രകാശം തന്നെയാണ്. ആ അന്തസ്സത്വം ഒന്നാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ, അത് പട്ടിയാവാം, പൂച്ചയാവാം, കുരങ്ങാവാം, കുതിരയാവാം, രാജാവാകാം, കള്ളനാകാം, വഞ്ചകനാകാം, സൈന്യങ്ങളാവാം, രോഗങ്ങളാവാം, പക്ഷികളാവാം, നന്മയാവാം, തിന്മയാവാം, രോഗമാവാം, ആരോഗ്യമാവാം, അമ്പാവാം, വില്ലാവാം, എന്താവാം, എന്തൊക്കെ ഉണ്ടോ അന്നത്തെ കാലത്ത്, അത് എഴുതപ്പെട്ട കാലത്ത്, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട കാലത്ത്, അത് അല്ലെങ്കിൽ വെളിവാക്കപ്പെട്ട കാലത്ത്, അതിലൊക്കെ ഭഗവാനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലയ്ക്ക് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് കയറ്റുകയാണ് രുദ്രം. അപ്പം മന്ത്രം ജപിച്ചത് കൊണ്ട് കാര്യമില്ല. മന്ത്രം കേൾക്കണം, ജപിക്കണമെന്ന് പോലും കേൾക്കണം. ആർക്കോ വേണ്ടി ജപിച്ചിട്ട് കാര്യമില്ലല്ലോ, കേൾക്കണം, അകത്ത് കേൾക്കണം, ശ്രവിക്കണം. അത് കഴിഞ്ഞാൽ അതിനെ നന്നായി മനസ്സിലിട്ടിട്ട് മനനം ചെയ്തിട്ട് നേരാക്കിയെടുക്കണം, കടഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ആ നിധിധ്യാസനം എന്ന് പറഞ്ഞിട്ടൊരു അവസ്ഥയെ പറയും. അത് ഉണ്ടാക്കിയെടുത്ത വെണ്ണ നുണയല, പിന്നെ അതിങ്ങനെ നുണഞ്ഞോണ്ടിരിക്കുക. ഇത് ഏത് ദേവനെ നിങ്ങൾ വിളിച്ചാലും ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക വളർച്ച എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് പറയേണ്ട ആവശ്യമില്ല, അകത്തുള്ളതാണെന്ന്. എന്നാലും അതിനെവിടേക്കോ തടസ്സം വരും. രുദ്രം മനനം ചെയ്യപ്പെടേണ്ട മന്ത്രമാണ്. എന്തോ അമ്പലത്തിൽ ഇതാ 12 കൊല്ലം കൂടുമ്പോൾ ഇതാ നടക്കണു, അതുകൊണ്ട് ഞാൻ തൊഴാൻ വന്നു. തൊഴുന്നതിന് വിശേഷമുണ്ട്, തൊഴുതാൽ ഫലമുണ്ട്, ഇല്ല എന്നല്ല. അർത്ഥം കൂടെ അറിഞ്ഞ് ഭഗവാനെ അങ്ങയുടെ ശിരസ്സിൽ ഈ മന്ത്രങ്ങൾ, ഇത്രയും അർത്ഥമുള്ള മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണല്ലോ അഭിഷേകം ചെയ്യണത്. എന്താ അഭിഷേകം ചെയ്യണേ? എൻ്റെ കർമ്മങ്ങൾ, എൻ്റെ കർത്തവ്യങ്ങൾ, ഞാൻ പ്രപഞ്ചത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെയാണല്ലോ നിനക്ക് അർപ്പിക്കണത് എന്ന ബോധം തൊഴുന്ന നമുക്കും വേണം.
നമ്മളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കല്ലേ. അകത്ത് തന്ത്രിതമ്പുരിപ്പാടും ശിഷ്യന്മാരും അവിടെ എന്താണോ അവർ ചെയ്യുന്നത്, പുറത്ത് ഭക്തരായിട്ടോ നമ്മൾ നമ്മുടെ ചോരയുടെ അംശം, ആത്മാവിൻ്റെ അംശം എടുത്ത് ഭഗവാന് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മളും കൊടുക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുമ്പോഴാണ് ഭഗവാന്റെ ചൈതന്യം വർദ്ധിക്കുന്നത്. എന്തിനാ ഉത്സവം നടത്തുന്നത്? ചൈതന്യം കയറ്റാൻ, ജനങ്ങളെ കൂട്ടാനാ. ജനങ്ങൾ വരണം, അപ്പോഴേ ഭഗവാന്റെ ചൈതന്യം അടിച്ചു കയറുള്ളൂ. അങ്ങനെ കയറ്റി നിർത്തുമ്പോൾ എന്താ ഉണ്ടാവുക? ഒരു ഇൻഷുറൻസാണ് ഈശ്വരൻ. വിഗ്രഹങ്ങളിൽ ഇരിക്കുന്ന ഈശ്വരൻ ഒരു ഇൻഷുറൻസാണ്. നമ്മൾ ഓരോരുത്തരും പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളവന് പോളിസി കിട്ടും, ആവശ്യമുള്ളവന് പോളിസി കിട്ടും. അപ്പം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം മുന്നിൽ ചെന്ന് കണ്ണടക്കണ നിമിഷം നമ്മുടെ ഒരു ആത്മാംശം അവിടെ ആ വിഗ്രഹത്തിലേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ വരണത്. അതവിടെ സ്വീകരിക്കാനുള്ള ഏർപ്പാട് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളായിട്ട് ഞാനിതാ തരണു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഡൊണേറ്റഡ് ബൈ എന്ന് ബോർഡും വെക്കണ്ട. നമ്മുടെ നിന്ന് എടുക്കാനുള്ളതൊക്കെ അവിടെ കറക്റ്റായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൊടുക്കേണ്ടവനൊക്കെ കിട്ടണമുണ്ട്. ഇത്തരം മഹാക്ഷേത്രങ്ങളിൽ വെറുതെ വന്ന് ഇരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ട. ആ വലയത്തിൽ ഇരുന്നാൽ മതി, എല്ലാ കറക്ഷനൊക്കെ നടക്കും. അവിടെ ഒക്കെ സെറ്റാക്കും. പസിൽസൊക്കെ നമ്മൾ കുട്ടികൾ കളിക്കാൻ കണ്ടിട്ടില്ലേ? ചേരുമ്പടി ചേർക്കലൊക്കെ അതൊക്കെ മൂപ്പര് ചെയ്തോളൂ. ഭഗവാൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചേരുമ്പടി ചേർക്കാനൊക്കെ. ഇവിടെ കുറച്ച് ഉഗ്രതയെ ചെയ്യുന്നേ ഉള്ളൂ. ഇത്തിരി ഒരക്കൽ കൂടുതലാണ്. ഒന്ന് നന്നായി വരച്ചിട്ടാണ് ചെയ്യാവുന്നത്. ആ മൂർത്തി സ്വഭാവം അങ്ങനെയാണ് ഭഗവാന്റെ. ഞാൻ നോട്ട്സൊക്കെ എഴുതി കൊണ്ടുവന്നാണ്, പക്ഷെ ഞാൻ നോട്ട്സിൽ നിന്നൊക്കെ വിട്ടിട്ടാണ് പോയത്. എന്തിനാണ് നോട്ട്സ് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ സദസ്സാണ്. സദസ്സിൻ്റെ മുന്നിൽ ഇരുന്ന് പറയുമ്പോൾ ഗ്രന്ഥം വെച്ച് പറയണമെന്നാണ്. ഗ്രന്ഥം വെക്കാണ്ട് പറയുന്നത് ഏറ്റവും വലിയ മഹാഭാവമാണ്. പക്ഷേ അകത്തിരുന്ന് ഗുരുവായൂരപ്പൻ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റില്ല. അതിങ്ങനെ പോവുക. അപ്പോൾ ഉത്കൃഷ്ടവും നികൃഷ്ടവുമായിട്ടുള്ള സകല വസ്തുക്കളും ഗുരുവായൂരപ്പനും മമ്മിയൂരപ്പനും ഒക്കെ ഒന്ന് തന്നെയാണ്. എല്ലാം ഒന്നായിട്ടുള്ള വസ്തു. ആ ഒന്നായിട്ടുള്ള വസ്തു എന്താണെന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് നമ്മളെ രുദ്രം പഠിപ്പിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ സർവവ്യാപിത്വം, സർവാന്തര്യാമിത്വം, സർവാധീശത്വം, ഇതിനെ മുഴുവൻ അടിച്ചുറപ്പിച്ച് വേദപ്രമാണാണ് രുദ്രം. ഒരു സംശയവും വേണ്ട. ഒരു പ്രസിദ്ധമായിട്ടുള്ള ശ്രുതി തന്നെയുണ്ട്. പാദോവസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ഗുരുവായൂരപ്പാ, ഇതേ അർത്ഥം തന്നെ ഭഗവത്ഗീതയിൽ വിഭൂതി യോഗത്തിൽ അർജുനൻ്റെ അടുത്ത് അവസാനിക്കുന്ന സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നോട്, എന്തിനാ ഇപ്പം ഇതൊക്കെ പറഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇരുന്ന് പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, എത്രയോ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഭഗവാന്റെ ആ ചോദ്യം, ഭഗവാൻ നമ്മൾ ചോദിക്കുന്ന, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഭഗവാൻ നമുക്ക് വേണ്ടി അർജുനോട് ചോദിക്കുകയാണ്. അർജുൻ അതുപോലും ചിന്തിക്കാൻ വയ്യാണ്ടിരിക്കുക. അല്ല, ഇപ്പം ഞാനിപ്പോൾ എന്തിനാ ഇതൊക്കെ ഇപ്പം നിന്നോട് പറഞ്ഞത് ഇത്ര വിസ്തരിച്ചിട്ട്? എൻ്റെ വെറും ഒരു അംശം കൊണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഗീതാശ്ലോകം, അതിന് ആ വരി ഇതാണ്: വിഷ്ടഭ്യാഹമിതം കൃത്സ്നമേകാംശേന സ്ഥിതോ ജഗത് എന്നുള്ള ആ ശ്ലോകം. ആ ശ്ലോകാവസാനം ആ വരി ആ ഒറ്റ അംശം കൊണ്ട് ധരിച്ചിരിക്കണു. അപ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? ഭഗവാന്റെ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർ പറയും, കൃഷ്ണൻ ഭഗവാനാണ് എല്ലാം ഒറ്റ അംശം കൊണ്ട് പ്രപഞ്ചത്തിനെ ധരിച്ചിരിക്കണമെന്ന് പറയും. അപ്പം ഭഗവാൻ വേറെയും അംശം വേറെയാക്കി കഴിഞ്ഞു. അതോടുകൂടി നമുക്ക് ആ ഗീത പഠിക്കാനുള്ള അർഹത തന്നെ ഇല്ലാണ്ടായി. ഗീത പഠിക്കാനുള്ള അർഹത ഇല്ലാതായി തീരുന്നു. കാരണം അംശം എന്ന് ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് പറയണം. ഞാൻ എൻ്റെ നഖം വെട്ടിയെടുത്തിട്ട് വെച്ചിട്ട് അത് ശരത്താണെന്ന് പറയാൻ പറ്റില്ല. ശരത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന നഖം അത്രേ പറയാൻ പറ്റൂ. ഭഗവാൻ അങ്ങനെയല്ല, അതും ഭഗവാനാ. അല്ലെങ്കിൽ ഭഗവാന്റെ കാൽപാദം പതിഞ്ഞ പാറയിൽ പോയിട്ട് നമ്മൾ എന്തിനാണ് നമസ്കരിക്കണത്? അത് ഭഗവാനല്ലല്ലോ. ഹരിവായുസ്തുതി എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായിട്ടുള്ള സ്തുതിയുണ്ട്, ദ്വൈത പദ്ധതിയിലാണ്, കർണാടകത്തിൽ. മധ്വാചാര്യരുടെ ശിഷ്യൻ എഴുതിയതാണ്. എന്നിട്ട് അദ്ദേഹം മധ്വൻ്റെ അടുത്ത് പോയിട്ട്, ഗുരുനാഥ എനിക്കിതിനൊരു ഇൻട്രൊഡക്ഷൻ എഴുതി തരണം എന്ന് പറഞ്ഞു. അദ്ദേഹം 2 ശ്ലോകങ്ങളാണ് ഇൻട്രൊഡക്ഷൻ എഴുതി കൊടുത്ത്. പ്രസിദ്ധമായിട്ടുള്ള നഖസ്തുതി എന്ന് പറയുന്നത്.
പാന്തോസ്മാൻ പുരുഹൂതവൈരിബലവൻ മാതംഗമാധ്യദ്ഘട കുംഭോജാദ്രി നികേതനാധിക പടു പ്രത്യേക വജ്രായുധ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. അതിഗംഭീരമായിട്ടുള്ള സ്തുതിയാണിത്. ശബ്ദം കൊണ്ട് മേൽപ്പത്തൂരിൻ്റെ നാരായണീയന്മാരി തന്നെയാണ്. ശബ്ദം കൊണ്ട് അതിഗംഭീര. ഒരു ചെറിയ നഖം, ചെറിയ വിരലിലെ നഖം, അതുകൊണ്ടൊന്നും ഇങ്ങനെ കീറിയിട്ടാത്ര വിട്ടത് ഹിരണ്യകശിപുവിനെ. ആ നഖത്തിനെ നരസിംഹമായിട്ട് സ്തുതിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ അംശം കൊണ്ട് സൃഷ്ടിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ പൂർണ്ണമാണെന്ന് മനസ്സിലായിക്കൊള്ളാം. അല്ലെങ്കിൽ ഉപനിഷത്തുക്കളിൽ ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന് എഴുതി വയ്ക്കില്ല. കേൾക്കുമ്പോൾ നല്ല രസമാണ്. എന്താ പൂർണ്ണമത പൂർണ്ണമിതം? അതും പൂർണ്ണം ഇതും പൂർണ്ണം. പൂർണ്ണത്തിന്ന് പൂർണ്ണം എടുത്ത് അവശേഷിക്കുന്നതും പൂർണ്ണം. നശിപ്പിച്ചാൽ അതും പൂർണ്ണമാണ്. അതായത് ഇതിനെ എങ്ങനെ നോക്കിയാലും നമുക്ക് തല പൊളിക്കേണ്ടി വരും. ഇതിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഇത് ഏതെടുത്താലും അതായിട്ട് അവശേഷിക്കും. അപ്പം എങ്ങനെ അംശം എന്ന് പറയും? പലരും ഭഗവാൻ അംശം കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളൂ എന്നുള്ളത് മറ്റ് ദേവതാരൂപങ്ങളെ മോശമാക്കി പറയാൻ ഉപയോഗിക്കണ കാണുമ്പോൾ ചിരിയ വരാറ്. ഭഗവാൻ അംശം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ കൊണ്ട് തന്നെ മുഴുവനായിട്ടും സൃഷ്ടിച്ചു എന്ന് തന്നെ അർത്ഥമാക്കണം. ആചാര്യസ്വാമികളുടെ വ്യാഖ്യാനത്തിൻ്റെ മുകളിൽ ശങ്കര ഭഗവത്പാദരുടെ വ്യാഖ്യാനത്തിൻ്റെ മുകളിൽ ഒരു വ്യാഖ്യാനം ഇല്ല, ഭാഷ്യമില്ല. നന്നായി ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കിയ ഭഗവത്പാദർ എന്താ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ദേവസ്വം തന്നെ ഇറക്കിയിട്ടുണ്ടല്ലോ പുസ്തകം. നമ്മുടെ കിട്ടാത്ത ബുക്കൊന്നുമല്ല. ഭഗവത്ഗീത ഒറിജിനൽ ഇതാണ് അതാണെന്നും പറഞ്ഞിട്ട് എത്രയോ പുസ്തകങ്ങൾ ഇന്നത്തെ കാലത്ത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ എന്തിനാണ് നമ്മുടെ മുറ്റത്തുള്ള മുല്ലച്ചെടി കളഞ്ഞിട്ട് എത്ര മഹാത്മാക്കൾ നടന്ന ഭൂമിയിലാണെന്ന് പുഴുക്കളെമാതിരി ജീവിച്ചിരിക്കണേയും അന്യൻ തരുന്ന ടിൻ ഫുഡ് തിന്നിട്ട് കൃഷ്ണനെ വിളിക്കേണ്ട അവസ്ഥയും വരണത്? ഒരു നിമിഷമെങ്കിലും ആലോചിക്കുക. രുദ്രൻ തൊഴണത് ദോഷമല്ലേ ചോദിച്ച ഒരാളുണ്ട് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത്. രുദ്രം തൊഴുന്നത് ദോഷമല്ലേ എന്ന്. നമ്മുടെ പുതിയ ആധ്യാത്മികതയുടെ അതിപ്രസരത്തിൻ്റെ എന്താ പറയുക റിസൾട്ടാണ് അതൊക്കെ. രുദ്രത്തിൽ 2 തരത്തിൽ രുദ്രനെ കാണുന്നുണ്ട്. 2 തരത്തിൽ. ഒന്ന്, ഈശ്വര ശബ്ദവാചിയായിട്ട് തന്നെ രുദ്രൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ, പരബ്രഹ്മം എന്നുള്ള അർത്ഥത്തിൽ ശിവനും വിഷ്ണു എന്നും പറയാം. അപ്പോൾ ബാക്കിയുള്ള ദേവന്മാരായിട്ട് ശിവനും വിഷ്ണു എന്ന് പറയുന്നത് അവരുടെ വിഭൂതികളായിട്ട് കണ്ടാൽ മതി. ഇന്നാൾ വലുത് ഇന്നാൾ ചെറുതെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതേമാതിരി രുദ്രൻ തന്നെ രണ്ടർത്ഥം. ഒന്ന് പരമാത്മാവ് എന്നുള്ള അർത്ഥം, രണ്ടാമത്തെ അർത്ഥം അദ്ദേഹത്തിൻ്റെ വിഭൂതികളായിട്ടുള്ള രുദ്രന്മാരെന്നുള്ള അർത്ഥം. അതിൽ 11 രുദ്രന്മാർ, പ്രധാനപ്പെട്ട ആൾക്കാർ. അത് പുരാണങ്ങളിൽ ഒരു സെറ്റ് വേറെയുണ്ട്, വേദത്തിൽ വേറെയുണ്ട്, തന്ത്രത്തിൽ വേറെയുണ്ട്. നമ്മൾ അതിനെയൊന്നും നോക്കണില്ല. പേരുകളൊക്കെ വേറെയാണ്. പാചൈകപാത്ത്, അഹിർബുദ്ധിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അനേകതുണ്ട്. അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണ്ട. ആരാണ് ഈ 11 രുദ്രന്മാരെന്ന് മാത്രം നോക്കിയാൽ മതി. ഈ ശതപഥ ബ്രാഹ്മണത്തിൽ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൻ്റെ അർത്ഥം ഭയങ്കര രസമാണ്. നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളും നമ്മുടെ ആത്മാവും ചേർന്ന് 11 രുദ്രന്മാരാണ് അത്ര നമ്മൾ ഓരോരുത്തരുടെ ശരീരത്തിൽ. ഇങ്ങനെ ഓരോരുത്തരുടെ ദേഹത്തും 11 ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഒരു അതിരുദ്രത്തിനുള്ള വകുപ്പുണ്ട്. അത്രയും രുദ്രന്മാരുണ്ട്. ഇനി കാണാനായിട്ടുള്ള ജീവജാലങ്ങളിലൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള അസംഖ്യം രുദ്രന്മാർ, ചരങ്ങളിലും അചരങ്ങളിലുമായിട്ടുള്ള എത്രയോ രുദ്രന്മാർ ചൈതന്യ രൂപത്തിലിരിക്കുന്നവർ. അവരിൽ ശാന്തരുണ്ട്, മധ്യമ സ്വഭാവമുള്ളവരുണ്ട്, അതിക്രൂരന്മാരായിട്ടുള്ളവരുണ്ട്. സ്വഭാവം അനുസരിച്ചിട്ടാണ്, പ്രകൃതിയിൽ അവരുടെ ഫങ്ഷൻസ് അനുസരിച്ചിട്ടാണ്. ഇവർ ഓരോരുത്തരെയും സ്തുതിക്കുകയാണ്. ഇതെല്ലാം സ്തുതിച്ചിട്ട് അവസാനം അവരുടെ ഒക്കെ അകത്തിരിക്കുന്ന ആ വലിയ രുദ്രനായിട്ടുള്ള പരബ്രഹ്മത്തിലേക്ക് എത്തിക്കുകയാണ്. അതിനെ ത്രംബകാദി മന്ത്രങ്ങൾ കൊണ്ടിട്ട് അങ്ങോട്ട് സ്തുതിച്ചിട്ട് തമുഷ്ടുഹി യസ്വിഷുസുധന്വാ യോ വിശ്വസ്യ ക്ഷയതി വേഷജസ്യ യക്ഷ്വാമഹേ സോമനസായ രുദ്രം നമോ ഭൃദേവമസുരന്ദവസ്യ എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രമുണ്ട്. അത്രിയാണ് അതിൻ്റെ ഋഷി. അത്രി മഹർഷിയാണ്. ത്രംബക മന്ത്രത്തിൻ്റെ ഋഷി വസിഷ്ഠ മഹർഷിയാണ്. അതേമാതിരി അത്രിയാണ് ഈ മന്ത്രത്തിൻ്റെ ഋഷി. ഇത് ചെല്ലും. ഇത് നമ്മൾ ചമകം ചെല്ലണതിന് മുമ്പ് വരും. ഇത് ഈ മന്ത്രം 1 പ്രാവശ്യം ചെല്ലിയ രുദ്രം മുഴുവൻ ചെല്ലിയതിൻ്റെ ഫലമാണെന്നാ. അത്ര വിശേഷമാണ് തമുഷ്ടുഹി.
കാരണം ആ തമുഷ്ടി മന്ത്രം എത്തുമ്പോഴാണ് ഈ കാണായ സകല രുദ്രന്മാരും ഈ രുദ്രനാണ്. നമ്മുടെ എല്ലാ ഭേദഭാവങ്ങളും ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഒറ്റ കൂട്ടിക്കെട്ടലാണ് അവസാനം കൊണ്ടുവന്നിട്ട്. ഇതാണ് നമ്മുടെ അവസാനം അതിനങ്ങോട്ട് തിരിച്ച് നമുക്കങ്ങോട്ട് ഇട്ട് തരികയാണ്. ഓം നമോ ഭഗവതേ രുദ്രായ വിഷ്ണവേ മൃത്യുർമേ വാഹി എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ നമ്മളായി മാറി. അങ്ങനെ നമ്മുടെ സകല ആസക്തികളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും ഒക്കെ മാറ്റിയാലേ നമുക്ക് ബിംബാരാധനയ്ക്ക് അർഹത വരുള്ളൂ. ബിംബത്തിൽ ആരാധിക്കാൻ അർഹത ഉണ്ടാവണമെങ്കിൽ അറ്റാച്ച്മെന്റ് മുഴുവൻ പൊളിച്ചിട്ടുണ്ടാവണം. അല്ലാത്തവന് ബിംബം ആരാധിക്കാൻ അർഹതയില്ല. ഇതറിഞ്ഞിട്ടാണോ നമ്മൾ ബിംബം ആരാധിക്കുന്നത്? എന്നിട്ടേ നമുക്ക് ഭഗവാനോട് നമുക്ക് വേണ്ടതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചാമകം അതിനുശേഷം ചെല്ലണം. ചാമകം ചോദിക്കലാണല്ലോ. അതും തരൂ, ഇതും തരൂ, അതും തരൂ, ഇതും തരൂ, അത് തരൂ, ഇത് തരൂ, ഇത് തരൂ, അത് തരൂ, ഇതിങ്ങനെ ചോദിക്കല്ലേ. കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വലിയ ലിസ്റ്റാണ്. ഷോപ്പിംഗ് ലിസ്റ്റ് ഇട്ടിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് അയക്കണ മാതിരിയാണ്. അത് മുഴുവൻ ചോദിക്കുക എന്തിനാണെന്നുള്ളതാണ് അവസാനം. ഞാൻ നേരത്തെ പറഞ്ഞു, ഫലേച്ഛയില്ലാതെ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യുക. പ്രേമം, പ്രണയം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണ്. മനുഷ്യൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നതൊക്കെ കാമ. ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളാ ചെയ്യണതിന് വേണ്ട ദ്രവ്യങ്ങളെയാണ് നമ്മൾ ചോദിക്കുന്നത് ഭഗവാന്റെ അടുത്ത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇഹത്തിലും പരത്തിലും അതിൻ്റെ സൗഖ്യം ഉണ്ടാവുകയും ചെയ്യും. ചോദിക്കുന്ന ആളാരാന്നും പ്രധാന രുദ്രൻ. രുദം ച ദുഃഖം എന്ന അർത്ഥം എന്ന് പറയും. എല്ലാവർക്കും അറിയാം. ദുഃഖത്തിൻ്റെ കാരണത്തിനെയും രുദം എന്ന് പറയുമെന്ന് പറയാം. ദ്രാവയതി, അതില്ലാണ്ടാക്കണത്, കഴുകിക്കളയണത്, ഉരുക്കിക്കളയണത്, ദ്രവിപ്പിക്കണത്. അപ്പോൾ ദുഃഖത്തിനെയോ ദുഃഖത്തിൻ്റെ കാരണത്തിനെയോ ദ്രവിപ്പിക്കുന്നവൻ രുദ്രൻ എന്നാണ് ഈശ്വര ശബ്ദമായിട്ട് എടുക്കുമ്പോൾ അർത്ഥം എടുക്കേണ്ടത്. പരമാത്മ ശബ്ദം. ഭഗവാനെ അറിയുമ്പോൾ എല്ലാ ദുഃഖങ്ങളും പോകും. കാരണം ഏറ്റവും വലിയ ദുഃഖം മരണഭയ. അത് പോയാൽ പിന്നെ അഭയം വന്നില്ലേ. ഇത് കിട്ടുന്നതിന് നമ്മളെ കരയിപ്പിക്കും. നമ്മളെ കരയിപ്പിക്കുന്നവനാകയാൽ രുദ്രൻ. അതിരാത്രം നടക്കുമ്പോൾ ഒരു സ്തുതിയുണ്ട്, ഗ്രാവസ്തോതൻ്റെ സ്തുതി എന്ന് പറയും. അതിരാത്രത്തിൽ, അതിരുദ്രത്തിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അതിരാത്രം, സോമയാഗത്തിൽ, അതിരാത്രത്തിലൊക്കെ. ഇതിൻ്റെയൊക്കെ അച്ഛനതാണല്ലോ. വലിയ യാഗങ്ങൾ, അഗ്നിഷ്ടോമാദികൾ യാഗങ്ങളിൽ ഗ്രാവം എന്ന് പറഞ്ഞാൽ കല്ല. ഈ കല്ല് വെച്ചിട്ടാണ് ഈ സോമത്തിനെ ഇടിക്കണത്. ഇടിച്ച് ചതയ്ക്കുക. ചതച്ചിട്ടാണ് അതിൻ്റെ നീരെടുക്കുക. ഈ ചതക്കണ നമ്മളെയാ. കല്ല് ദുഃഖ. ഗ്രാവം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്ന് അർത്ഥമുണ്ടാണ്. ഇംഗ്ലീഷിൽ ഗ്രീഫ്. എൻ്റെ മൂലമാണ്. മദർ ലാംഗ്വേജ് ആണല്ലോ സംസ്കൃതം. ഇൻഡോ ലാറ്റിനൊക്കെ അതിലല്ലേ വരുന്നത്. ഗ്രീഫ്, ഗ്രീവൻസ് എന്നൊക്കെ വരാൻ കാരണം ഗ്രാവ് എന്നുള്ള റൂട്ടാണ്. സംസ്കൃതത്തിൽ ഗ്രാവ് എന്ന് പറഞ്ഞാൽ ദുഃഖം എന്ന് അർത്ഥമുണ്ട്, കല്ലെന്ന് അർത്ഥമുണ്ട്. ഈ കല്ലിനെ സ്തുതിക്കുകയാണ് ഒരാൾ. ഒരു ഋത്വിക്കിൻ്റെ ജോലി തന്നെ അതാ. അയാളുടെ പേര് ഗ്രാവസ്തോതൻ എന്നാ. അങ്ങനെ വെറുതെ അല്ല സ്തുതിക്കുക. കല്ലിനെ നോക്കി സ്തുതിക്കില്ല. കണ്ണ് കെട്ടും ഗ്രാവസ്തോതൻ്റെ. പൂർണ്ണാന്ധനാക്കും. തപ്പിയിട്ടാ കൊണ്ടുവന്നിട്ട് നിന്നിട്ട് ആ കല്ലിനെ അങ്ങോട്ട് സ്തുതിക്കുകയാണ്. ദുഃഖമേ നിനക്ക് നമസ്കാരം എന്നും പറഞ്ഞിട്ട്. അതാണ് ഗ്രാവസ്തോതൻ്റെ സ്തുതി. അങ്ങനെ സ്തുതിച്ച് സംപ്രീതാക്കിയതിന് ശേഷം ആ കല്ലുകൊണ്ടാണ് ഇട്ടിക്കണത്. നമ്മൾ ദുഃഖങ്ങളെ സ്നേഹിക്കുക, മൃത്യുവിനെ സ്നേഹിക്കുക, മരിക്കാൻ പഠിക്കുക. ഇതാണ് ഏറ്റവും വലിയ ആധ്യാത്മിക വിദ്യാഭ്യാസം. ഇത് ചെയ്യിപ്പിക്കണവൻ രുദ്രൻ. അടിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. ശിവനെ രൗദ്രമായിട്ട് പറയും എല്ലാവരും. രൗദ്രം എന്ന് പറഞ്ഞാൽ രുദ്രൻ്റെ ഭാവമാണ് രൗദ്രം. ഭാവത്തിനെയാണ് നമ്മൾ രൗദ്രം എന്ന് പറയുന്നത്. നമ്മൾ രൗദ്രം എന്ന് പറഞ്ഞാൽ പല്ലൊക്കെ ചാടിച്ച് കണ്ണൊക്കെ ഉരുട്ടി ഇതാണ് വിചാരിക്കുക. പക്ഷെ രൗദ്രം എന്ന് പറഞ്ഞാൽ രുദ്രൻ്റെ ഭാവം. രുദ്രൻ എവിടെ സ്ഫുരിക്കണോ അത് രൗദ്രം. വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ 2 സ്ഥലത്താണ് അതിശക്തമായിട്ട് രൗദ്രഭാവം വരുന്നത്. രുദ്രാംശം, നരസിംഹം പറയേണ്ട ആവശ്യമില്ല. മഞ്ഞു എന്നുള്ള വാക്കുകൊണ്ട് നരസിംഹത്തിനെ സ്തുതിക്കാം. ഈ ശ്രീരുദ്രം കൊണ്ട് നരസിംഹത്തിനെ സ്തുതിക്കാം. പദ്ധതികളുണ്ട്. മഞ്ഞു സൂക്തം കൊണ്ട് ഭഗവാനെ സ്തുതിക്കും, നരസിംഹത്തിനെ സ്തുതിക്കും. പദ്ധതികളുണ്ട്. പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതെന്താന്ന് ചോദിക്കാൻ പറ്റില്ല. അങ്ങനെയാ. അതേപോലെ ശ്രീരാമൻ ശിവാംശം വിളങ്ങി നിൽക്കുന്ന വിഷ്ണു അവതാരം നരസിംഹ അല്ലാതെ ഏതാ ചോദിച്ചാൽ ശ്രീരാമസ്വാമിയാണ്. രാമശബ്ദത്തിലെ ആ 2 അക്ഷരങ്ങളിലും രുദ്രൻ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. ഈ 2 ഭാവങ്ങളിൽ നമുക്ക് ശ്രദ്ധിച്ച് ഇതിലൊക്കെ ക്രൗര്യമാണ് കാണുന്നത്. അല്ലെങ്കിൽ നശിപ്പിക്കുക, ശിക്ഷിക്കുക, ഇങ്ങനെയൊക്കെയാ. അപ്പോൾ നാച്ചുറലി ശിക്ഷ കിട്ടിയ, അടി കിട്ടിയ നമ്മൾ കരയും. അപ്പോൾ ഭഗവാൻ തല്ലിയിട്ട് മാത്രമാണോ നമ്മളെ കരയിപ്പിക്കണേ?
തല്ലിയിട്ട് മാത്രമാണോ കരയിപ്പിക്കണേ? നമ്മൾ ആ ശിവലിംഗത്തിന് ചെന്ന് നോക്കി, ഇന്ന് രാവിലെ അഭിഷേകം നടക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ എത്രയോ പേര് കരയുണ്ട് നിന്നിട്ട്. ഇന്നലെ കളവാട്ടം കണ്ടിട്ട് ആൾക്കാർ നിന്നിട്ട് കരയുണ്ട്. ഭഗവാൻ വന്ന് തല്ലിയോ? തല്ലിയിട്ടാണോ കരയണേ? അല്ല, സന്തോഷം കൊണ്ട് കരയുക. അവനവനെ തിരിച്ചറിയണ നിമിഷത്തിൽ ഉണ്ടാവണ സന്തോഷമാണ്. ഞാൻ തന്നെയാണത്. എൻ്റെ ശിരസിലാണ് ജലം ഒഴിക്കണേ, എന്നെ കളഭം കൊണ്ട് മൂടണത്. അകത്ത് പുറമേക്ക് അറിയില്ലെങ്കിൽ ഇത് അകത്തറിയും, ഒരു സ്ഫുരണം ഉണ്ടാവും. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് ഇത്രയും നേരം ക്യൂ നിന്നിട്ടാണെങ്കിൽ മുന്നിൽ ചെന്ന് ആ കണ്ണടച്ചങ്ങോട്ട് തൊഴണം. അകത്തങ്ങോട്ട് തെളിയാണ് പരമാത്മാവ്. അപ്പൊ ഭഗവാൻ നമ്മളെ ആനന്ദം കൊണ്ടും കരയിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടും രുദ്രൻ. അല്ലാണ്ട് വിരട്ടിയിട്ടും തല്ലിയിട്ടും മാത്രമല്ല, സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട്, ആനന്ദാവസ്ഥ നൽകിയിട്ടും ഭഗവാൻ നമ്മളെ കരയിപ്പിക്കുന്നുണ്ട്. അതിനാലും രുദ്രൻ എന്നാണ്. പ്രപഞ്ചത്തിലുള്ള സകല മായകളിലും ബന്ധനത്തിലും പെടുത്തി വയ്ക്കുന്ന ഒരു വിശേഷമായിട്ടുള്ള ശക്തി, അതിനെ രുതെന്ന് പറയുന്നുണ്ട്. അതിനെ ദ്രവിപ്പിക്കണവൻ, ബന്ധങ്ങളെ അറുത്ത് നമ്മളെ മറുകര കടത്തുന്നവൻ. ഈ അർത്ഥത്തിൽ രുദ്രശബ്ദത്തിന് എത്രമാത്രം അർത്ഥം പറയാൻ പറ്റും ചോദിച്ചാൽ അറിയില്ല. മഹത്തായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട്, മഹാത്മാക്കളായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ വേദിയിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് തുടങ്ങിയത്. അത് ചെയ്തില്ലെങ്കിൽ വലിയ അതിക്രമമായിട്ട് തീരും. വേദി അത്ര ശുദ്ധാണ്. ഇതിനൊക്കെ ഭാഷ്യം രചിച്ചിട്ടുള്ള മഹാത്മാക്കള്, സായണാചാര്യന്റെ ഭാഷ്യം പ്രസിദ്ധാണ്. ഭട്ടഭാസ്കര മിശ്രന്റെ, അതായത് ലളിതാ സഹസ്രനാമത്തിനൊക്കെ വ്യാഖ്യാനം എഴുതിയ ആള്, അദ്ദേഹത്തിൻ്റെ അതിവിസ്തൃതമായിട്ടുള്ള വ്യാഖ്യാനമുണ്ട്. രുദ്രത്തിൽ ഓരോ മന്ത്രം എടുത്തിട്ട് ആ മന്ത്രത്തിൻ്റെ ഋഷി, ഛന്ദസ്, ദേവത, ധ്യാനം, പ്രയോഗവിധി, പുരസ്ചരണം എങ്ങനെ ചെയ്യണം, എത്ര ഒരു ഹോമിക്കണം, എത്ര ഒരു ജപിക്കണം, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, കാട്ടലുമാരൊരു വ്യാഖ്യാനം. അഭിനവശങ്കരൻ്റെ വ്യാഖ്യാനമുണ്ട്, ഗംഭീര വ്യാഖ്യാനമാണ്. സ്കന്ദദേവ വ്യാഖ്യാനം പറഞ്ഞിട്ടൊന്നുണ്ട്. സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ വ്യാഖ്യാനമുണ്ട്. ശ്രീരുദ്രത്തിന് സുബ്രഹ്മണ്യസ്വാമിയുടെ വ്യാഖ്യാനമുണ്ട്. പദ്യരൂപത്തിലാണ്, ശ്ലോകങ്ങളെ കാച്ചി കുറുക്കിയിട്ടാ. ഭഗവാനായതുകൊണ്ടേ ചുരുക്കിയേ പറയുള്ളൂല്ലോ, നമ്മളതിന്ന് എടുക്കണം. ഗംഭീര വ്യാഖ്യാനം. അതിലൊക്കെ രുദ്രശബ്ദത്തിനും പഞ്ചാക്ഷരത്തിനും എത്രമാത്രം വ്യാഖ്യാനങ്ങൾ പറഞ്ഞത് നമുക്ക് പറയാൻ പറ്റില്ല, അത്ര അധികം. ജാബാലോപനിഷത്തില് അത്രി മഹർഷിയുടെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം യാജ്ഞവൽക്യൻ ഒന്ന് വിശ്രമിക്കുന്ന സമയത്ത് ബ്രഹ്മചാരികളായിട്ടുള്ള കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഗുരുനാഥ, ഏത് ജപിച്ചാലാ മോക്ഷം കിട്ടുക? ശതരുദ്രം ജപിക്കുക, ശതരുദ്രീയം ജപിക്കൂ എന്നാണ് പറയണത് യാജ്ഞവൽക്യൻ. ഇരിക്കണത് അത്രി മഹർഷിയാണ് കേട്ടോണ്ട്, പറയണത് യാജ്ഞവൽക്യനാണ്, പക്ഷെ പറയണത് നമ്മളോടാ. അത്രയും പ്രമാണങ്ങൾ, എത്രയോ പ്രമാണങ്ങൾ. ഈ ശ്രീരുദ്ര ജപത്തിൻ്റെ ഒരു മഹിമ പറയുമ്പോൾ, ഇപ്പോൾ 11:30 ഞാനൊരു 10 മിനിറ്റ് കൂടെ പറയാം. കാരണം തുടങ്ങാൻ വൈകിയതുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് കൂടെ പറയണം. രുദ്രശബ്ദത്തിനെ അശുഭദ്രാവകോ രുദ്രോ എന്ന് പറയുന്നുണ്ട്. അശുഭങ്ങളായിട്ടുള്ള സകലതിനെയും നശിപ്പിക്കണവൻ രുദ്രൻ എന്നുള്ളൊരർത്ഥം കൂടെ കൊടുക്കുന്നുണ്ട് അഭിനവശങ്കരൻ. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറയും, എന്താ അശുഭം, എന്താ അശുദ്ധി? നമുക്ക് ഭഗവാനെ കാണാൻ പറ്റാത്തതൊക്കെ അശുദ്ധി, കാണാൻ സാധിക്കുന്നതൊക്കെ ശുദ്ധി. അപ്പൊ ഭഗവാൻ അശുഭദ്രാവകനാണെന്ന് പറയുമ്പോൾ എന്താ? അദ്ദേഹം നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടാവുന്ന ആളാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. അദ്ദേഹം അസുലഭമായിട്ടൊരു വസ്തു അല്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. എന്നിട്ട് എന്താ നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റാത്തത്? അപ്പം നമ്മുടെ മനസ്സിൻ്റെ വാതിലുകൾ അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. അതിനായിട്ട് രുദ്രൻ ജപിക്കൂ. മഹാഭാരതത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പഞ്ചാക്ഷരത്തിൻ്റെ രൂപമാണത്ര ഈ ശരീരത്തിന്. ആ ശരീരത്തിൻ്റെ കോട്ടവാതിലാണത്ര നമ്മുടെ വായ. ആ വായ കൊണ്ട് രുദ്രൻ ജപിക്കൂ, പഞ്ചാക്ഷരം ജപിക്കൂ എന്ന്. അകത്ത് ശ്രീകോവിലിരിക്കുന്ന ശിവൻ അങ്ങോട്ട് തിളങ്ങി വിളങ്ങി വരുന്നവർ, നിങ്ങൾക്ക് ആ ശിവനെ അകത്ത് കടന്ന് ദർശനം ചെയ്യാം എന്ന് ഒരു സങ്കല്പം പറയുന്നുണ്ട്. അങ്ങനെ ഉള്ള ശതരുദ്രീയം 11 ദ്രവ്യങ്ങളെ കൊണ്ടാണ് ചെയ്യണത്. കുറച്ച് അതിനെക്കുറിച്ച് പറയാം. ഈ 11 ദ്രവ്യങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, ഏകാദശ രുദ്രന്മാരുടെ കാര്യം പറഞ്ഞ പോലെ, നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും കൊണ്ട് നമ്മൾ ഉണ്ടാക്കണം നല്ല അറിവുകൾ, 5 കർമ്മേന്ദ്രിയങ്ങളും കൊണ്ട് ചെയ്യണം നല്ല കർമ്മങ്ങൾ,
11ാമത്തേതായിട്ട് അന്ധക്കരണ ശുദ്ധി. ഇത്രയും ചേർന്ന 11 ദ്രവ്യങ്ങളാണ് നമ്മൾ ശരിക്കും അഭിഷേകം ചെയ്യണത്. നമ്മളതിനെ തേന്, പാല്, വെള്ളം എന്നൊക്കെ പറയണമെന്നേ ഉള്ളൂ. നമ്മുടെ ആക്ടിവിറ്റികൾ, നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിവ്, ഇതൊക്കെ ഭഗവാൻ അങ്ങോട്ട് തിരിച്ച് സമർപ്പിക്കുകയാണ്. വേദത്തിലെ ഏത് മന്ത്രവും ഹോമം ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടെ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഇദം ന മമ, അല്ലേ? എൻ്റെ അല്ല, അങ്ങയുടെയാണ്. അഗ്നയേ ഇദം ന മമ എന്ന് പറഞ്ഞു. ഈ എൻ്റെ അല്ല അങ്ങയുടെ ആണെന്ന് പറയിപ്പിക്കുന്ന എന്താ? നമ ശിവായ, എൻ്റെ അല്ല, ശിവ അങ്ങയുടെയാണ്. അങ്ങനൊരു അർത്ഥമുണ്ട് പഞ്ചാക്ഷരത്തിന്. അങ്ങനൊരു അർത്ഥം പഞ്ചാക്ഷരത്തിനുണ്ട്. അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടിയിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. തമിഴ്നാട്ടിലൊക്കെ പോയ ആ ശ്രീരുദ്ര പഞ്ചാക്ഷരത്തിന് തിരുമന്ദിരം എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായിട്ടൊരു ഗ്രന്ഥമുണ്ട്, തിരുമൂല നായനാരുടെ. പഞ്ചാക്ഷരത്തിനെ എങ്ങനെയൊക്കെയാ എടുത്തിട്ടിട്ട് അതിൽ വ്യാഖ്യാനിച്ചിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് വിശേഷമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ. വേദത്തിൽ കാണുന്നതിൻ്റെ കംപ്ലീറ്റ്ലി വേറെ റൂട്ടിലാണോ പോകണമെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ആത്യന്തികമായിട്ട് വേദാടിസ്ഥാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ദ്രവ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഈ പറയുന്ന ഓരോ ദ്രവ്യങ്ങളും, ഇപ്പം നെയ്യാവട്ടെ, തേനാവട്ടെ, നാരങ്ങ നീരാവട്ടെ, ജംബീരം, അതുപോലെ നാളികേരത്തിൻ്റെ നമ്മുടെ ഇളനീര്, അങ്ങനെ ഓരോ ദ്രവ്യങ്ങളും ഈ പറയുന്ന നമ്മുടെ അറിവും കർമ്മങ്ങളും തന്നെ ഭഗവാന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ ശംഖുകൊണ്ട് കുറച്ച് വെള്ളം കൊടുക്കും. ശുദ്ധോദകം കൊടുക്കുകയാണ്. എന്തിനാ ശുദ്ധോദകം കൊടുക്കണത്? നമ്മുടെ അന്ധക്കരണത്തിൽ നിന്നാണ് അത് കൊടുക്കുന്നത്. ആ 11ാമത്തെ ഐറ്റം അത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും മനസ്സിൻ്റെ ശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ കാര്യമില്ലല്ലോ. മനസ്സിൻ്റെ ശുദ്ധിയോട് കൂടിയിട്ട് പന്നിമാംസം കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും. കണ്ണപ്പൻ്റെ കഥ അതാ, തുപ്പി അഭിഷേകം ചെയ്തിരുന്നു. ഭഗവാനെ തുപ്പിയാണ് അഭിഷേകം ചെയ്തിരുന്നത്. വായിൽ വെള്ളം നിറയ്ക്കും. കാട്ടുപൂക്കൾ സ്വന്തം തലയിൽ വെച്ചോണ്ട് വരും. ഏറ്റവും നല്ല കാട്ടുപന്നിയെ നോക്കി കൊല്ലും. അതിൻ്റെ മാംസം കുത്തിയെടുക്കും. ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഒരു തുപ്പ് തലയൊന്ന് കുടയും, മാംസം വെച്ചു കൊടുക്കും. അവസാനം ഭഗവാന് കണ്ണും ചൂഴ്ന്നെടുത്ത് കൊടുത്തു. പൂർവത്തിൽ അർജുനനാണ് ഈ ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തിയുടെ അത്യുന്നതമായിട്ടുള്ള അവസ്ഥകൾ, ഒരു കെട്ടുപാടും ഇല്ലാത്ത അവസ്ഥകൾ, ഇതൊക്കെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിലൊക്കെ ഓരോരോ കെട്ടിട്ട് വെച്ചിരിക്കുക. ഈ ഓവറായിട്ട് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴുള്ള കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അമ്പലത്തിൽ നിന്ന് ഞാൻ വളരെ ആദരിക്കുന്ന അനിയനെ പോലുള്ള ആൾ എന്നോട് പറയും, ശരത്തേട്ടാ 1.5 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് പഞ്ചാക്ഷരം ഉറക്കം എല്ലാവരെയും കൊണ്ട് ജപിപ്പിച്ചാൽ മതി. അത് മാത്രം മതി മഹിമ പറയാൻ, വേറെ ഒന്നും വേണ്ട, ഒന്നും പറയണ്ട ബ്രോ. അതാണ് സത്യം. അതിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. പിന്നെ രുദ്രത്തിന് രുദ്രോപനിഷത്ത് എന്നൊരു പേരുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ബ്രഹ്മജ്ഞാനത്തിനെ കൊടുക്കണതാണ്. മഹാഭാരതത്തിൽ ഭഗവാൻ തന്നെ, ഗുരുവായൂരപ്പൻ തന്നെ യുധിഷ്ഠിരൻ്റെ അടുത്ത് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. വേദേഷു ജാസ്യ വിജ്ഞാനം ശതരുദ്രീയമുത്തമം പ്രയതഃ പ്രാതരുദ്ധായ യതതീതേ വിശാംബതേ പ്രാഞ്ജലി ശതരുദ്രീയം നാസ്യ കിഞ്ചന ദുർലഭം. അതിരാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ശ്രീരുദ്രൻ ചെല്ലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെന്ന് തന്നെ കിട്ടില്ല എന്ന് ഗുരുവായൂരപ്പനാണ് പറഞ്ഞിരിക്കുന്നത്. ഗുരുവായൂരപ്പനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പേര് പറഞ്ഞിട്ട് ശ്രീരുദ്രത്തിനെ അപമാനിക്കാതിരിക്കുക, മഹാദേവനെ അപമാനിക്കാതിരിക്കുക എളിയ അപേക്ഷയാണ്. ഞാനത് വ്യാപകമായിട്ട് ഈയിടെയായിട്ട് ഗുരുവായൂർ കാണുന്നുണ്ട്. സങ്കടം കൊണ്ട് പറയാണ്, ഗുരുവായൂരിൻ്റെ ഭൂമി അതിനുള്ള ഭൂമിയല്ല. ഭഗവാൻ മഹാദേവൻ തൻ്റെ പ്രാണനിൽ നിന്നെടുത്ത് ആത്മാവിനെ എടുത്തിട്ട് പുനഃപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പുനഃപ്രതിഷ്ഠ എന്നേ ഞാൻ പറയുള്ളൂ. അതിൽ ചൈതന്യമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അതിനെ ഉണർത്തണമല്ലോ. യോഗനിദ്രയിൽ കിടന്ന ഒരു വസ്തുവിനെ ഉണർത്തണമെങ്കിൽ പുറത്തുനിന്നൊരു പേസ് മേക്കർ വെച്ചിട്ടൊരു പുഷ് കൊടുക്കണ്ടേ? ആരാ പേസ് മേക്കർ വെച്ചിട്ട് കൊടുത്തത്? ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് വെച്ചിട്ട് കൊടുത്തത് മഹാദേവനാ കൊടുത്തത്. അദ്ദേഹം ഉണർത്തി വിട്ടിട്ടുള്ള ഒരു വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്ത് എന്നിട്ട് ശിവനിന്ദ ചെയ്യാൻ പാടുമോ? അല്ലെങ്കിൽ ഭഗവാൻ മമ്മിയൂരപ്പൻ്റെ പ്രസിങ്സിലിരുന്നിട്ട്, പരിധിയിലിരുന്നിട്ട് വിഷ്ണുനിന്ദ ചെയ്യാൻ പാടുമോ? പാടില്ല. നമ്മളൊക്കെ പരശുരാമസ്വാമിയുടെ കുട്ടികളാണ്. നമ്മളിത് ചെയ്യാൻ പാടില്ല. അദ്ദേഹം ഉണ്ടാക്കി തന്ന ഭൂമിയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. വിഷ്ണുവിൻ്റെ അവതാരം, മഹാദേവൻ്റെ ശിഷ്യൻ, മറക്കരുത്. ഉള്ളിൽ തട്ടിയാ പറയണം. വളരെ സങ്കടം ഉണ്ടാവുന്നുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ഈയിടെയായിട്ട്. അത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ വഴിയാണ്. ടോട്ടൽ നോൺസെൻസുകളാണ്. എന്തൊക്കെ നോൺസെൻസുകളാണ്.
കഥകൾ ഉണ്ടാക്കി വിടുന്നത്. ഞാൻ എൻ്റെ എല്ലാ ലൈവിലും അറിയണവരുടെ അടുത്തൊക്കെ പറയാറുണ്ട്, പല അബദ്ധങ്ങൾ, ഇല്ലാത്ത കെട്ടുകഥകൾ. എന്തിനായി കെട്ടുകഥകൾ ഉണ്ടാക്കണം? ഭഗവാനെ കിട്ടാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കെട്ടാതിരിക്കുക, കഥയല്ല, അവനവനെ തന്നെ എവിടെയും. എത്രത്തോളം കെട്ടാണ്ടിരിക്കണോ ആധ്യാത്മികതയിലും ഭൗതികതയിലും ഒക്കെ കെട്ട് വന്നാൽ കഴിഞ്ഞു. അറ്റാച്ച്മെൻറ്റുകൾ. എനിക്ക് ഇന്ന് രാവിലെ തൊഴാൻ പറ്റിയില്ല, അതുകൊണ്ട് തലയിടിഞ്ഞ് വീണു എന്ന് വിചാരിച്ചാൽ നമ്മൾ ഭക്തിയിൽ കയറില്ല. കാരണം അതൊരു കെട്ടാണേ. വ്രതം എടുക്കുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പട്ടിണി കിടത്തിയിട്ട് വ്രതം എടുക്കരുതെന്ന് ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. എന്തിനാ? നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് എന്തോ ഒരു വിശേഷ വസ്തുവാണെന്ന് എപ്പോൾ ചിന്ത തുടങ്ങണോ അപ്പം നമ്മളെ ഭഗവാൻ ചവിട്ടാൻ തുടങ്ങും. ചവിട്ടി 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 കൂടുതൽ താഴോട്ടു. ഭഗവാനെ പരീക്ഷിക്കുന്ന ആളാണെന്ന് പറയും മഹാദേവനെ, ഗുരുവായൂരപ്പനെയും പറയും. പക്ഷെ പരീക്ഷിക്കണം, എൻ്റെ ഒരു എളിയ അഭിപ്രായമാണേ, നമ്മുടെ നിത്യജീവിതത്തിൽ വരണ പ്രശ്നങ്ങളെ ഭഗവാന്റെ പരീക്ഷ എന്ന് പറയരുത്. അതൊക്കെ നമ്മുടെ കർമ്മഫല. ഭഗവാനാൽ പരീക്ഷിക്കപ്പെടാനും ഒരു യോഗ്യത വേണം. അത് ആധ്യാത്മികതയുടെ പാതയിലേക്ക് ഇറങ്ങുമ്പോൾ എന്നും ഞാൻ പറയില്ല. ഭഗവാനെ നമ്മൾ ഉള്ളു തുറന്ന് സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് മൂപ്പര് പരീക്ഷിച്ചു തുടങ്ങുന്നത്. അത് ശരി ഒളിച്ചു കളിയാണ്. മുതിർന്ന ആളാണ്, വയസ്സായ ആളാണ് എന്നൊന്നും പറഞ്ഞിട്ട് ചെയ്യില്ല എന്നില്ല. അത് വലിയ ഇഷ്ടമുള്ള ആളാണ്. ഉണ്ണിയായിട്ടുള്ള ആൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. തമിഴിൽ പ്രസിദ്ധമായിട്ടൊരു സിനിമയുണ്ടല്ലോ, തിരുവിളയാടൽ. അതിൽ സാവിത്രിയാണ് ശ്രീപാർവതിയായിട്ട് അഭിനയിക്കുന്നത്. നമ്മുടെ ശ്രീദേവി യശശരീരി അവരാണ് മുരുകൻ്റെ കുട്ടിക്കാലം അഭിനയിക്കുന്നത്. പിണങ്ങിയിട്ട് പഴനിമലയുടെ മുകളിൽ പോയി നിൽക്കുമ്പോൾ സിനിമയിലെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഒരു ഡയലോഗ് ഉണ്ടായില്ലേ, നീ എനിക്ക് ഈ പിണക്കത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്, ഇതെല്ലാം തേവയാവും ഉനക്ക്, ഉന്നപ്പ എന്നെ എവ്വളവ് ചോദിച്ചിരിക്കുമെന്ന് ഉനക്ക് തെരിയുമാ ചോദിക്കുന്നുണ്ട്. ചോദിക്കണ ആരാ? അമ്മയെ ചോദിക്കുന്നത്. മോനെ, നിന്റെ അമ്മയെ നിന്റെ അച്ഛൻ എത്രമാത്രം പരീക്ഷിച്ചിട്ടുണ്ട് നിനക്കറിയോ? ഈ ചെറിയ കാര്യത്തിന് നീ പിണങ്ങിയിട്ട് പോയല്ലോ. ആ ലെവലിലുള്ള പരീക്ഷണം അനുഭവിച്ചുകൊണ്ടാണ് ശരീരത്തിൻ്റെ പകുതി കിട്ടിയത് അമ്മയ്ക്ക്. നന്ദനാർ പാടിയിട്ടുണ്ട്, പാർവതി എന്നൊരു ശീമാട്ടി വന്നിട്ട് എൻ്റെ അപ്പൻ്റെ പകുതി ശരീരം അടിച്ചോണ്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ആങ്ങള വന്നിട്ട് ബാക്കി പകുതി ശരീരം അടിച്ചോണ്ട് പോയി. എൻ്റെ അപ്പന് ശരീരം ഇല്ലാണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് നന്ദനാർ. ഗുരുവായൂരപ്പ എത്ര ആ നന്ദനാരുടെ ആ സങ്കല്പം ആലോചിക്കൂ. അരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് എത്ര എളുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ സാക്ഷാത്കരിപ്പിച്ച് തരുമെന്ന് നോക്കൂ. അദ്ദേഹം നികൃഷ്ടനായിരുന്നു. ചത്ത പശുക്കളെ മറവ് ചെയ്യുന്ന താഴ്ന്ന ജാതിപ്പെട്ടവനായിരുന്നു. ചിദംബരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് 30-ൽ പരം കൊല്ലങ്ങൾ കാത്തുകെട്ടിയിരുന്ന ആളാണ് മുതലാളിയുടെ ഒരു അനുവാദത്തിന്. ചിദംബരം എത്ര ദൂരം അറിയാം? 17 കിലോമീറ്റർ ദൂരെയാണ്. ഇന്നാണ് ഈ ലീവ് എടുത്ത് മുങ്ങും നമ്മൾ. പക്ഷെ അതൊരു ഒറ്റ പോക്കേ ഉള്ളൂ. ആ ഒരു പോക്കിൽ അവിടെ ചെന്നു. എന്നിട്ടും 1 മാസക്കാലം ചിദംബരത്തിൻ്റെ ചുറ്റും ചുറ്റി തിരിഞ്ഞിടന്ന് ആരെങ്കിലും പിടിച്ച് തല്ലിയാലോ എന്ന് പറഞ്ഞിട്ട്. കാരണം അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ പാടില്ലല്ലോ, താഴ്ന്ന ജാതിയാണ്. ഭഗവാൻ സ്വപ്നം കാണിക്കുകയാണ്. 2999 ദീക്ഷിതന്മാർക്കും 3000-ാമത്തെ സ്വയം 3000 ദീക്ഷിതന്മാരാണെന്നാ പറയുക. സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്. സ്വപ്നം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, നന്ദൻ എൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ, അവൻ ചിദംബരത്തിൻ്റെ എല്ലയിൽ വന്ന് നിൽക്കുന്നുണ്ട്, അവനെ സ്വീകരിച്ചു കൊണ്ടുവരാൻ പറയണം. ഇവർ പൂർണ്ണ കുമ്പായിട്ട് പോകുമ്പോൾ ഇദ്ദേഹം പേടിച്ച് ഓടുകയാണ്, തല്ലാൻ വരിക എന്ന് പറഞ്ഞിട്ട്. ഒടുവിടും പിടിച്ചു കൊണ്ടുവന്ന് തെക്കേ ഗോപുരത്തിൻ്റെ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ ആരോ പറയും അഗ്നിശുദ്ധി വരുത്തി കടത്തിയാൽ മതി എന്ന് പറയും. വേദങ്ങളിലൊക്കെ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും, ഭഗവാൻ സ്വപ്നവും കാണിച്ചിട്ടുണ്ടാവും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അഗ്നി കൂടെ കയറ്റി ഇറക്കണം എന്ന് പറഞ്ഞു. നോക്കൂ, അന്നും മനുഷ്യൻ്റെ കയ്യിലിരിപ്പം എന്താണ്. അങ്ങനെ തീക്കുണ്ടത്തിൽ കൂടെ കടത്തുകയാണ് അദ്ദേഹം. അതും കടന്ന് കനകസഭയുടെ മുന്നിൽ വന്നിട്ട് അകത്തേക്ക് നോക്കിയിട്ട് എൻ്റെ അപ്പനേ എന്ന് പറഞ്ഞിട്ട് ഒരു വിളിയാ വിളിച്ചുള്ളൂ. അതോടുകൂടിയിട്ട് സാക്ഷാത്കരിക്കുകയാണ്. ഈ സാക്ഷാത്കാരം കഥകളിൽ നമുക്ക് പറയാൻ കേൾക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇത് നമുക്ക് അറിയാനും പഠിക്കാനും വേണ്ടിയിട്ടുണ്ട് രുദ്രം പോലുള്ള മന്ത്രങ്ങൾ. ഭഗവാൻ 3 ഘട്ടങ്ങളിൽ ഗുരുവായൂരപ്പൻ രുദ്ര ഉപാസിച്ചതിൻ്റെ പ്രമാണം പുരാണങ്ങളിൽ, വേദത്തിനെ അനുസരിക്കുന്ന പുരാണങ്ങളിലുണ്ട്. വേദത്തിനെ അനുസരിക്കാത്ത പുരാണങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു, വേദാനുസൃതമായിട്ടുള്ള പുരാണങ്ങളിലുണ്ട്. അത് പറഞ്ഞിട്ട് ഞാനിതിവിടെ അവസാനിപ്പിക്കാം. കാരണം അവരെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി പറയാതെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. കൂർമ്മപുരാണത്തിൽ അത്രപൂർവം ഹൃഷീകേശോ വിശ്വാത്മാ ദേവകീസുത ഉപാസവത്സരം കൃഷ്ണ
സദാ പാശുപതവ്രത. ഭഗവാൻ സാമ്പൻ എന്ന് പറഞ്ഞ മകനുണ്ടാവാൻ വേണ്ടിയിട്ട് പാശുപതവ്രത അനുഷ്ഠിച്ചിട്ടുണ്ട്. ഉപമന്യു മഹർഷിയുടെ ഉപദേശം അനുസരിച്ച് ദിവസം ഒരു കൂവളത്തിലെ മാത്രം കഴിച്ചിട്ട് 1 സംവത്സരക്കാലം വ്രതമാണ്. 1 കൂവളത്തിലെ ഭക്ഷണമുള്ളൂ. ഇത് ആരാ അനുഷ്ഠിച്ച? ശ്രീകൃഷ്ണ. അങ്ങനെയാണ് സാമ്പൻ ജനിക്കണത്. എന്തിന്? തൻ്റെ വംശം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാ. ഭഗവാന്റെ വഴികളൊക്കെ വിചിത്രമാണല്ലോ. അങ്ങനെ ഉള്ള മകൻ ജനിക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ വ്രതം ഭഗവാൻ അനുഷ്ഠിച്ചു. രുദ്രം ചൊല്ലിയിട്ടെന്നാ പറയണത്. ഭസ്മോദ്ധൂളിത സർവാംഗോ. ഗുരുവായൂരപ്പൻ ഭസ്മത്താൽ മൂടപ്പെട്ടിട്ട്, ശ്രീകൃഷ്ണൻ ഭസ്മത്തിൽ മൂടപ്പെട്ടവനായിട്ട് രുദ്രാധ്യായ തൽപര, രുദ്രാധ്യായന തൽപര എന്നാ പറഞ്ഞത്. രുദ്രജപത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ആരാധയൻ ഹരിശംഭും, ഹരിശംഭുവിനെ ആരാധിച്ചു. കൃത്വാ പാശുപതവ്രതം എന്ന്. പാശുപതവ്രതം ഭഗവാൻ അനുഷ്ഠിച്ചതിന് കൂർമ്മപുരാണത്തിലുള്ള, ശിവപുരാണത്തിലും ഇത് പറയുന്നുണ്ട്, കൂർമ്മപുരാണത്തിലെ ഒരു പ്രമാണം. ഇനി ലിംഗപുരാണത്തിൽ ഏവം സ്തുത്വാ മഹാദേവം ദണ്ഡവൽ പ്രണിപത്യജ. ഭഗവാനെ വീണ്ടും വീണ്ടും സ്തുതിച്ചുകൊണ്ട്, ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട്, ജജപാരുദ്രം ഭഗവാൻ കോടിഭാരം ജലസ്ഥിത എന്നാണ്. 1,000,000 പ്രാവശ്യം ശ്രീരുദ്രൻ ചൊല്ലി ശ്രീകൃഷ്ണൻ ജലമധ്യത്തിൽ നിന്നിട്ട്. ഹരിവംശത്തിൽ പറയണതാണ്. ഇനി അടുത്തത് ഭാസ്വൽ ത്രിപുണ്ട്രോ ഭസിതൈസിതസ്സൽ. ജ്വലിക്കുന്ന ത്രിപുണ്ട്രം നെറ്റിയിൽ ധരിച്ചിട്ട്, ഭസ്മം ധരിച്ചിട്ട്, മൗനി ജഡീ വൽക്കലവാൻ മുകുന്ദ. മൗനിയായിട്ടും ജഡാവൽക്കലങ്ങളോടും കൂടിയിട്ട് ശ്രീകൃഷ്ണൻ നിരന്തരം ചേതസി ചന്ദ്രചൂഡം. ഇടതടവില്ലാണ്ട് ഭഗവാന്റെ നിരന്തര സ്മരണ ചെയ്തു എന്ന് ചന്ദ്രചൂഡനെ കുറിച്ച്. വിചിന്തയൻ പഞ്ചജാപവർണ്ണാൻ. പഞ്ചാക്ഷരം ചൊല്ലിക്കൊണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. അപ്പൊ പഞ്ചാക്ഷരത്തിൻ്റെയും മഹിമ അവിടെ വന്നു. ഗുരുവായൂരപ്പനെ ചെയ്യണ്ടെങ്കിൽ പിന്നെ നമുക്കെന്തിനാ പ്രശ്നം? ഭഗവാനെ ഇത് ചെയ്ത് അനുഷ്ഠിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഇതിൻ്റെ മഹിമ. അങ്ങനെയുള്ള ആ രുദ്രത്തിനെ, അങ്ങനെ അതിൻ്റെ ഹൃദയഭാഗത്തിരിക്കണ പഞ്ചാക്ഷരത്തിനെ നമഃശംഭവായ ച മയോഭവായ ച നമഃശങ്കരായ ച മയസ്കരായ ച നമഃശിവായ ച ശിവതരായ ച എന്നാണ്. അഗ്നിമീളയം തുടങ്ങണ ഋഗ്വേദത്തിൻ്റെ 1-ാമത്തെ മന്ത്രവും അഥർവത്തിൻ്റെ അവസാനത്തെ മന്ത്രവും എടുത്താൽ 4 വേദങ്ങളെയും കൂടെ ഒരു കേക്ക് മാതിരി അങ്ങോട്ട് വയ്ക്കുക. എന്നിട്ട് അങ്ങോട്ട് ആ കേക്കിനെ അങ്ങോട്ട് നെടുക്കങ്ങോട്ട് ഒരു കത്തി അങ്ങോട്ട് ഇറക്കുമ്പോൾ പഞ്ചാക്ഷരം എന്ന് പറഞ്ഞാൽ രത്നത്തിൽ പോയിട്ട് അങ്ങോട്ട് നിൽക്കും. അതിൽ തന്നെ ശിവ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൽ പോയി നിൽക്കുന്നതാണ്. അപ്പൊ വേദഹൃദയം പഞ്ചാക്ഷരാണ്. വേദത്തിനെ മാനിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചാക്ഷരത്തിനെ പൂജിക്കുക തന്നെയാണ് അർത്ഥം. സ്ഥൂലപ്രണവം എന്നാണ്. പ്രണവം പഞ്ചഭൂതമായിട്ട് അങ്ങോട്ടൊന്ന് വിരിഞ്ഞു. രൂപമില്ലാത്ത ബ്രഹ്മം വിരിഞ്ഞതാണത്രേ. ഇത് ഓരോന്നിനും അർത്ഥങ്ങളുണ്ട്. നകാരം കൊണ്ട് ആകാശം, മകാരം കൊണ്ട് വായു, ശികാരം കൊണ്ട് അഗ്നി, മകാരം അല്ല, അങ്ങനെ ഒരു ക്രമങ്ങളിൽ സിദ്ധപരമ്പരകളിൽ പല വിധത്തിൽ പറയുന്നുണ്ട്. ശരീരത്തിൻ്റെ അംഗങ്ങളായിട്ട് പറയുന്നുണ്ട്. കാല്, വയറ്, ഹൃദയം, കണ്ഠം, തൃക്കണ്ണ്, ശിരസ്, സഹസ്രാരം, ഇതായിട്ട് പറയുന്നുണ്ട്. ഷഡ്ചക്രങ്ങളായിട്ട് പറയുന്നുണ്ട്. ഓരോ അക്ഷരത്തിനെടുത്ത് അതിനൊന്നും സമയമില്ല നമുക്ക്. പക്ഷെ മനസ്സിലാക്കുക, ജപിക്കുക 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 നമുക്ക് കിട്ടും. ശീ എന്നുള്ള ആ ഒരു ശബ്ദം ഹൃദയമായിട്ട് നിർത്തിയിട്ട് അവിടെ ധ്യാനത്തിനെ ഉറപ്പിച്ചിട്ട് നമ എന്നുള്ള ശബ്ദം കൊണ്ട് വായുവിനെ അകത്തേക്ക് എടുത്തിട്ട്, അതേപോലെ തന്നെ വ യ എന്നുള്ള ശബ്ദങ്ങൾ കൊണ്ട്, അക്ഷരങ്ങൾ കൊണ്ട് പുറത്തേക്കും കൊടുക്കുക. അപ്പം എന്തായി? പൂരകായി രേചകായി, പൂരകായി കുംഭകായി രേചകായി. പ്രാണായാമത്തിൻ്റെ ക്രമത്തിനെ അതൊരു പ്രത്യേക മാത്രയിൽ ചെയ്താൽ 1 പ്രാവശ്യം ഉച്ചരിച്ചാൽ തന്നെ കിട്ടേണ്ടതൊക്കെ കിട്ടുന്ന പ്രമാണം. ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. ഇവിടെ അങ്ങനെ വണ്ടി ഓടിക്കുന്ന മാതിരിയാണല്ലോ ജപിക്കുക സാധാരണ ആൾക്കാർ. അങ്ങനെ ജപിച്ചിട്ട് ആവശ്യമില്ല. 1 പ്രാവശ്യം വൃത്തിയായി ഭഗവാനിൽ മനസ്സുറപ്പിച്ചിട്ട് പഞ്ചാക്ഷരം ചൊല്ലിയാൽ തന്നെ കിട്ടേണ്ടതൊക്കെ കിട്ടും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ വാക്കുകൾ ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ ശരിക്ക് അമ്മിയൂർ പ്രഭാഷണം ചെയ്യാൻ കാരണക്കാരായിട്ട് ഉള്ള ഒന്ന് ഇവിടെ എൻ്റെ സുഹൃത്തായിട്ടുള്ള നന്ദു തിരുമേനി, അതേപോലെ രഞ്ജിത്ത്, പ്രകാശ് സ്വാമി, എല്ലാവർക്കും എൻ്റെ നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. അതേപോലെ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് എൻ്റെ പ്രഭാഷണമല്ല നിങ്ങൾ കേൾക്കേണ്ടിയിരുന്നത്. ദുഷ്യൻ ശ്രീധർജിയുടെ പ്രഭാഷണമായിരുന്നു. എൻ്റെ പ്രഭാഷണം 4-ാം തീയതിയാണ്. അത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെയും അമ്മിയൂരിൻ്റെയും ബന്ധത്തെ കുറിക്കുന്നതാണ്. പക്ഷേ ഭഗവാൻ തന്നെയാണ് എന്നെ വിളിച്ചു വരുത്തിയതെന്ന് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് വരാൻ വ്യക്തിപരമായിട്ട് ഒരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഗുരുവായൂർ എത്തിയതും പ്രകാശ് സ്വാമിയുടെ ഒരു ഫോൺ കോൾ എന്നെ ഇവിടെ ഇരുത്തിച്ചതും. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും
ആ ഭഗവത് സ്വരൂപമായിട്ട് കണ്ടിട്ട് ഞാൻ വന്ദിക്കുകയാണ്. കാര്യം